എൻ്റെ പ്രിയമുള്ളവരെ, ദുനിയാവിൻ്റെ തൊലിക്ക് മുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമകളായ നമ്മെ അല്ലാഹു തആല ഭൂമിയിലേക്ക് സൃഷ്ടിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഈ ദുനിയാവിൽ ജീവിക്കേണ്ട രൂപം അല്ലാഹു തആല പറഞ്ഞു തരുന്നുണ്ട്. എന്നെയും നിങ്ങളെയും എന്തിനാണ് ദുനിയാവിലേക്ക് ഭൂമിയിലേക്ക് അല്ലാഹു പടച്ചു വിട്ടത് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. എല്ലാവിധ സന്ദേശങ്ങളും എല്ലാവിധ കാര്യങ്ങളും അല്ലാഹു നമുക്ക് നൽകിയതിൻ്റെ ശേഷമാണ് എൻ്റെ പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. ആലമുൽ അർവാഹും കഴിഞ്ഞ് ആലമുൽ അർഹാമും കഴിഞ്ഞ് ആലമുദ്ദുന്നയിലാണ് എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ നിലകൊള്ളുന്നത്. ഈ പുണ്യമായ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദുനിയാവിൽ നമ്മളേറെ ശ്രദ്ധിക്കേണ്ട ജീവിതമാണ് ഇവിടെ നയിക്കേണ്ടത്. ആലമുൽ അർഹാമിൽ അത് നമ്മൾ അറിഞ്ഞിട്ടില്ല, ആലമുൽ അർവാഹും നമ്മൾ അറിഞ്ഞിട്ടില്ല. അവിടെയൊക്കെ പടച്ച റബ്ബ് നോക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ആലമുദ്ദുന്നയിൽ നമ്മൾ നോക്കണം, നമ്മൾ അറിയണം ഇവിടുത്തെ ഓരോ കാര്യങ്ങളും. ഇവിടുത്തെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോഴാണ് എൻ്റെ പ്രിയമുള്ളവരെ നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് വിജയിക്കാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളായി നമ്മെ സൃഷ്ടിച്ചിട്ട് അല്ലാഹു തആല പറയുകയാണ്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇതാ ഈ ദുനിയാവിലേക്ക് പടച്ചവനെ ജിന്നവർഗത്തെ മനുഷ്യവർഗത്തെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് അത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പടച്ച തമ്പുരാൻ പറയുമ്പോ എൻ്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ അല്ലാഹുവിനെ നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. എത്രത്തോളം ആ പടച്ച തമ്പുരാന് നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത്. നമ്മൾ നിസ്കാരവും നോമ്പും സക്കാത്തും എല്ലാ നന്മകളും അല്ലാഹുവിന് വേണ്ടി ചെയ്യുമ്പോ എൻ്റെ പ്രിയമുള്ളവരെ ആത്മാർത്ഥത നമ്മൾ കൊണ്ടുവരണല്ലോ. അല്ലാഹുവേ പടച്ചവനെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അല്ലാഹു തആല ദുനിയാവിന് എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളുണ്ടല്ലോ. ആ അനുഗ്രഹങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാ പടച്ചവനെ ഒരിക്കലും തന്നെ നമുക്ക് എണ്ണി തീർക്കാൻ കഴിയില്ല. അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും തന്നിട്ടുള്ള അനുഗ്രഹങ്ങളോ ഈ ഭൂമിയിൽ കാണുന്ന മരങ്ങൾ മുഴുവനും പേനയാക്കിയോ, ഈ ദുനിയാവിൽ കാണുന്ന വെള്ളം മുഴുവനും അവിടുന്ന് മഷിയാക്കിയോ, എന്നിട്ട് അവിടുന്ന് എഴുതാൻ ശ്രമിച്ചാൽ അതാ പടച്ചവനെ എനിക്കും നിങ്ങൾക്കും പടച്ച തമ്പുരാൻ തന്നിട്ടുള്ള അനുഗ്രഹങ്ങളുണ്ടല്ലോ. ആ അനുഗ്രഹങ്ങളെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. അത്രത്തോളം അനുഗ്രഹമാ പടച്ച തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും തന്നിട്ടുള്ളത്. ആ അനുഗ്രഹങ്ങളെല്ലാം ഇരുകരങ്ങളും നീട്ടി പടച്ച റബ്ബിൽ നിന്ന് സ്വീകരിച്ചിട്ടോ ആ അല്ലാഹനെ മറക്കുന്ന ചെറുപ്പക്കാരാ, സദാസമയത്തും അല്ലാഹുവിനെ മറന്നുകൊണ്ട് ഹറാമിന്റെ പേക്കൂത്തുകൾക്കരികിലൂടെ കടന്നു പോകുന്നവനെ, നീയൊക്കെ ഏത് സമയത്താ പടച്ച തമ്പുരാനെ അറിയുന്നത്? അല്ലാഹ് എന്നുള്ള വിളി നീയൊക്കെ വിളിക്കുന്നത് എപ്പോഴെന്നറിയോ? നിന്റെ വീട്ടിനകത്ത് നിന്റെ ഉമ്മ മരിക്കണല്ലോ, നിന്റെ വാപ്പ മരിക്കണല്ലോ പടച്ചവനെ, അല്ലെങ്കിൽ നിന്റെ വീട്ടിനകത്ത് ആർക്കെങ്കിലും മാരകമായ രോഗം വരണല്ലോ, അല്ലെങ്കിൽ നിന്റെ ശരീരത്തിനകത്ത് ക്യാൻസർ അല്ലാഹു നൽകണല്ലോ, ട്യൂമർ അല്ലാഹു തആല നൽകണല്ലോ. അങ്ങനെയൊക്കെ ഹറാമായ പടച്ച റബ്ബേ മേഖലകളിലൂടെ കടന്നു പോകുമ്പോ ഈ ഹറാം നിർത്തണമെങ്കിൽ മോനെ നിന്റെ കുടുംബത്തിൽ നിന്റെ ബന്ധപ്പെട്ടവര് മരിക്കേണ്ടതുണ്ടോ? നിനക്കല്ലാഹു സങ്കടങ്ങൾ തരണോ? നിനക്കല്ലാഹു പ്രയാസങ്ങൾ തരണോ? നിനക്കല്ലാഹു തആല രോഗങ്ങൾ തരണോ? എന്നാലേ നീ നിന്റെ ഹറാമിന്റെ പേക്കൂത്തുകൾ നീ അവസാനിപ്പിക്കൂ. ഇങ്ങനെയാ ചില ആളുകള് ഇതെല്ലാം ജീവിതത്തിൽ കടന്നു വന്നു. പ്രയാസത്തിന്റെ പടച്ചവനെ കൊടുമുടിയിലൂടെ കടന്നു പോകുമ്പോഴാ പടച്ച തമ്പുരാൻ അറിയുന്നത്. അവിടുന്ന് സുഖവും സൗകര്യങ്ങളും എല്ലാം ജീവിതത്തിലേക്ക് കടന്നു വന്ന പടച്ച തമ്പുരാനെ മറക്കുകയാണ്, സിട്ടാവായ അല്ലാഹനെ മറക്കുകയാണ്. പിന്നെ അല്ലാഹനെ ഓർമ്മയില്ലല്ലോ, പിന്നെ പടച്ച തമ്പുരാനെ ഓർക്കുന്നില്ലല്ലോ, പിന്നെ കൽബിനകത്തുള്ള ചിന്ത ഹറാമാ. നിസ്കാരമുണ്ടോടാ, സകാത്തുണ്ടോ, സദഖകളുണ്ടോ, പടച്ച റബ്ബേ ദിക്റുകൾ ചൊല്ലുന്നുണ്ടോ? 24 മണിക്കൂറും മൊബൈൽ ഫോൺ എടുത്തിട്ട് റീൽസ് കാണുകയാണ്. അന്യ പെണ്ണിന്റെ ചുക്കും ചോറും അറിഞ്ഞിട്ട് അവിടെ പടച്ചവനെ സെക്സ് വീഡിയോകൾ കാണുകയാണ്. അല്ലാഹുവേ സിനിമ കാണുകയാണ്, സീരിയൽ കാണുകയാണ്. ഹൃദയത്തിനകത്ത് ഒരിക്കലും തന്നെ ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തില് അല്ലാഹ്
ഹറാമിന്റെ വഴികളിലൂടെ മനുഷ്യരിങ്ങനെ സഞ്ചരിക്കുകയാ. പടച്ചവനെ, ഓരോ പ്രായം ചെന്ന ഉമ്മമാര് വിളിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാ, ഉസ്താദേ എന്റെ ഭർത്താവെന്നെ ചതിക്കുകയാ. അയൽപക്കത്തെ പെണ്ണിനോട് എന്റെ ഭർത്താവിന്റെ വല്ലാത്ത ബന്ധമാണ് ഉസ്താദേ, അല്ലെങ്കിൽ തൊട്ടടുത്ത പെണ്ണിനോട് എവിടെയെങ്കിലും കാണുന്ന ഒരുത്തിയെ കാണുമ്പോ എന്റെ ഭർത്താവ് അവരുടെ കൂടെ പോവുകയാ. പാതിരാ സമയത്ത് പോലും എണീറ്റ് കൊണ്ട് പടച്ചവനെ അവിടെ നിന്ന് ആർക്കൊക്കെയോ വിളിക്കുകയാണ്. അതിനെക്കുറിച്ച് ചോദിച്ചാ ദേഷ്യപ്പെടുകയാണ്. എന്നോട് സ്നേഹമില്ല, മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെ എന്റെ ഭർത്താവിന്റെ അവസ്ഥയാ. ഇങ്ങനെ പറഞ്ഞിട്ട് പടച്ചവനെ പല ഉമ്മമാര് വിളിച്ചിട്ട് സങ്കടം പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അവിടുന്ന് ദുആ ചെയ്യാൻ പറയുകയാണ്. അല്ലാഹുവേ, കരഞ്ഞുകൊണ്ട് പറയുമ്പോ ഉമ്മ, ഒരു പെണ്ണ് ഏത് സങ്കടവും വാപ്പാ ക്ഷമിക്കുമല്ലോ. കള്ള് കുടിച്ചിട്ട് നീ വീട്ടിനകത്തേക്ക് വന്നിട്ട് പല വാപ്പമാരും ഭാര്യമാരെ തല്ലാറുണ്ട്. മോനെ, സങ്കടം കുറവാണടാ, അത്രയ്ക്കൊന്നും സങ്കടപ്പെടാറില്ല. എന്നാ നിന്റെ ഭാര്യ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് എന്തിനാണെന്നറിയോ? നീ അടിക്കുന്നത് കൊണ്ടോ ചീത്ത പറയുന്നത് കൊണ്ടോ വീട്ടിലേക്ക് വൈകി വരുന്നത് കൊണ്ടോ മാത്രമല്ല. എന്നാ എന്തും സഹിക്കും ഒരു പെണ്ണ്. ഒരു പെണ്ണ് എന്ത് വേണമെങ്കിലും സഹിക്കുമല്ലോ. എന്നാ ഒരു പെണ്ണ് സഹിക്കാത്ത കാര്യം എന്തെന്നറിയോ? മോനെ, നീ അന്യ പെണ്ണിന്റെ ചുക്കും ചോരും കണ്ടറിഞ്ഞിട്ട് അവളുടെ പിന്നാമ്പുറങ്ങൾ തേടി നീ നടക്കുന്നവനാണോ? എന്നാ നിന്റെ ഭാര്യക്കത് സഹിക്കാൻ കഴിയില്ലടോ. കാരണം നിന്നെ ആലോചിച്ച് നിന്റെ കൂടെ നിന്റെ ഒരുപാട് പ്രതീക്ഷകളുമായി കടന്നു വന്നവളോ നിന്റെ ഭാര്യ എന്ന് പറയുന്നത്. അല്ലാതെ നിനക്ക് എല്ലാ സുഖങ്ങളും എടുക്കാനുള്ള ഒരു മിഷേനാക്കിയിട്ടോ നിനക്ക് ഭക്ഷണം വിളമ്പിത്തരാ, നിന്റെ പാചകം ചെയ്യാൻ പടച്ചവനെ നിന്റെത് അലക്കാനുള്ള മിഷേനായിട്ട് നിന്റെ ഭാര്യ നീ കാണരുതോ. നിനക്ക് സുഖം തേടിയും വിളിച്ചും സല്ലപിച്ചും പുഞ്ചിരിച്ചും ഇരിക്കാൻ എവിടെയോ കാണുന്നവള്. എന്നാ നിന്റെ വീട്ടിനകത്തേക്ക് നീ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ്, ആ പെണ്ണുണ്ടല്ലോ, അവളോടാടാ നീ പുഞ്ചിരിക്കേണ്ടത്, അവളെയാ നീ ചേർത്ത് പിടിക്കേണ്ടത്, ആ പെണ്ണിനെയാ നീ സന്തോഷിപ്പിക്കേണ്ടത്. അള്ളാന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മോനെ, നീ ഇഷ്ടപ്പെടുന്ന, നീ കൊട്ടിക്കൊണ്ടുവന്ന, നീ സ്നേഹത്തോടു കൂടി താലി ചാർത്തി വന്ന പെണ്ണുണ്ടല്ലോ, നീ മഹർ കൊടുത്ത പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിന്റെ അടുത്ത് നീ സന്തോഷത്തോടെ ഇരുന്നാ പുഞ്ചിരിച്ചുകൊണ്ട് പടച്ചവനെ അവളെ നെറ്റിത്തടത്ത് നീ ഒരു ചുംബനം കൊടുത്താ, നിന്റെയും അവളുടെയും കൈയൊന്ന് നീ ചേർത്ത് വെച്ചാ, നിന്റെ പാപങ്ങൾ അല്ലാഹു അതിലൂടെ പുറത്തു തരികയാണ്. നിന്റെ പാപങ്ങൾ അതിലൂടെ പുറന്തള്ളുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് കെട്ടിക്കൊണ്ടുവന്ന് വീട്ടിനകത്ത് നിർത്തിയ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനെ വേദനിപ്പിക്കരുത്, ആ പെണ്ണിനെ നീ വിഷമിപ്പിക്കരുത്. അവളെ മനസ്സ് വേദനിച്ചാ, അവളെ കൽബ് വേദനിച്ചാ, മോനെ, നിന്റെ ജീവിതം ഇരുലോകവും നഷ്ടത്തിലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വാപ്പമാര് ഉമ്മമാര് മനസ്സിലാക്കിക്കോ, ഹറാമിന്റെ പേക്കൂത്തുകൾ കണ്ടിട്ട് ഹറാമിന്റെ വരികളിലൂടെ കടന്നു പോയിട്ട് ഒരുപാട് വാപ്പമാര് പറയുകയാണ്, ഉസ്താദേ, ഞാൻ പറയുന്നത് എന്റെ പൊന്നുമോന് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ എന്റെ പൊന്നുമോള് കേൾക്കുന്നില്ല എന്ന് സങ്കടം പറയുന്ന എത്ര വാപ്പമാരുണ്ടെന്നറിയോ, എത്രയോ ഉമ്മമാരുണ്ടെന്നറിയോ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നീ പറയുന്നത് നിന്റെ മക്കള് കേൾക്കണോ, നിന്റെ ഭാര്യ കേൾക്കണോ, നിന്റെ കൂട്ടുകാര് കേൾക്കണോ, എല്ലാവരും നീ പറയുന്നത് അനുസരിച്ച് നിന്റെ കൂടെ നിൽക്കണമെങ്കിലോ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. നീ അതുപോലെ ആകണല്ലോ. നീ എങ്ങനെയാ പറയുന്നത് അതുപോലെ ആകാൻ നീ ശ്രമിക്കണേ. നിന്റെ കൽബ് നന്നായിട്ട് നിന്റെ മക്കളോട്
മക്കളോട് നീ പറ, നീ പറയുന്ന വഴികളിലൂടെ നിന്റെ മക്കള് കടന്നു വരുമല്ലോ, നീ പറയുന്ന നിന്റെ മക്കള് കേൾക്കുമല്ലോ. എപ്പോഴും നിനക്ക് സങ്കടമാ, ഉസ്താദേ എന്റെ മകൻ എന്നെ അടിക്കുകയാ, ചീത്ത പറയുകയാ. മോനെ, ചെറുപ്പത്തിൽ നിന്റെ മാതാപിതാക്കളെ നീ വേദനിപ്പിച്ച, മോളെ നിന്റെ ചെറുപ്പത്തിൽ നീ നിന്റെ മാതാപിതാക്കളെ വേദനിപ്പിച്ച, അല്ലാഹുവേ പടച്ചു തമ്പുരാനെ നിന്നെയും നിന്റെ മക്കളെ കൊണ്ട് വേദനിപ്പിക്കുമല്ലോ, നിന്റെ ഖൽബ് അല്ലാഹു തആല എടങ്ങേറാക്കുമല്ലോ. എന്നിട്ട് നീ പോയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവേ ഉസ്താദിന്റെ മുമ്പിൽ പോയിട്ട്, കാണുന്നവരുടെ മുമ്പിൽ പോയിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നീ ചെയ്തു കൂട്ടിയതിന്റെ ശിക്ഷയാ നീ അനുഭവിക്കുന്നത്. അതാ ഇന്ന് കാണുന്ന പല മക്കളും മാതാപിതാക്കളെ വെറുപ്പിച്ചുകൊണ്ട്, അവർക്ക് മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്ത വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്ന മക്കളാണല്ലോ. പ്രേമ വിവാഹം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കണ്ടെത്തുകയാണ്, ഞങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുകയാണ്, അതാ വേണ്ടതെന്ന് പറഞ്ഞിട്ട് അതാ പടച്ചവനെ പല മക്കളും അതാ ഇന്ന് സ്വന്തം പെൺമക്കള് സ്വന്തം ആൺമക്കള് എവിടൊക്കെയോ കിടക്കുന്ന ആണിനെയും പെണ്ണിനെയും തെരഞ്ഞെടുക്കുന്ന കാലഘട്ടമാണല്ലോ. പടച്ചവൻ അതിനെതിരെ പറഞ്ഞ, പള്ളിയിലെ ഉസ്താദ് പറഞ്ഞ, അതൊന്നും ഇന്ന് സമൂഹത്തിൽ പ്രശ്നമല്ല. അല്ലാഹുവേ പറയുന്നവൻ പുറത്താ, പറയുന്നവന് പുറത്താ. ഏത് കാലത്താടാ നീ ജീവിക്കുന്നത്, എവിടെയാടാ നീ ജീവിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളാ മുമ്പിലുള്ളത്. അതുകൊണ്ട് പള്ളിയിലെ ഖതീബിന് പറയാൻ കോലമില്ല, പള്ളിയിലെ ഖതീബിന് പറയാൻ കഴിയുന്നില്ല, കമ്മിറ്റിക്കാർക്ക് പറയാൻ കഴിയുന്നില്ല. പടച്ചവനെ സ്വന്തം വാപ്പയ്ക്ക് പോലും ഉമ്മയ്ക്ക് പോലും മക്കളുടെ കാര്യങ്ങളിൽ പറയാൻ അധികാരമില്ല, അവർക്കതിന് സാധിക്കുന്നില്ല. അങ്ങനത്തെ സാഹചര്യമാ കാലഘട്ടമായി എൻ്റെ പ്രിയമുള്ളവരെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഇന്ന് നമ്മൾ പറയുമല്ലോ ഉസ്താദ്, ലഹരി എന്ന് പറയുന്ന ഏറ്റവും വലിയ മാരകമായ വിഷമുണ്ടല്ലോ, ഇന്നിതാ നമ്മുടെ സമൂഹത്തെ മുഴുവനും കാർന്ന് തിന്നുകയാണെന്ന്, അത് വല്ലാത്ത വിപത്താണെന്ന് പറയുന്നുണ്ടല്ലോ. പടച്ചവനെ, പ്രേമം തലക്ക് പിടിച്ചിട്ട് പല മക്കളും ഇങ്ങനെ വട്ടം തിരിഞ്ഞ് നടക്കുകയാ, അതും വല്ലാത്ത ഹറാമാ, അതും വല്ലാത്ത ഹറാമാ. പടച്ചവനെ, അതും നമ്മൾ പറയുന്നുണ്ടല്ലോ. എന്നാൽ അതിനേക്കാളും ഏറ്റവും വലിയ വിപത്ത് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ വരുന്ന തലമുറയെ പിടിച്ചു കുലുക്കിയത് എന്താണെന്നറിയോ? അവിടെ ഹൃദയത്തിലേക്ക് കയറിയത് എന്താണെന്നറിയോ? അതാ പടച്ചവനെ, ദീനില്ലാതെ പോകുന്നതാ, ഈമാനില്ലാത്ത പെരുമാറ്റമാ, ഇസ്ലാമില്ലാത്ത പെരുമാറ്റമാ. അള്ളാന്റെ ദീനിനെ വഴികളിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പടച്ചവനെ ഇന്നലെ കടന്നു വന്ന പാശ്ചാത്യ രാജ്യത്തിന്റെ പടച്ചവനെ ആഡംബര സൗഖ്യങ്ങൾ മുഴുവനും ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് അതാ പടച്ചവനെ കടൽ കടന്ന് കയറി വന്ന പാശ്ചാത്യ സംസ്കാരം തന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ മക്കള് മുമ്പന്തിയിൽ കടന്നു വരികയോ. നമ്മുടെ വാപ്പയും ഉമ്മയും പല വാപ്പയും ഉമ്മയും ഇന്നതിന് കൂട്ടു നിൽക്കുകയോ. മക്കളെന്തേ പറയുന്നത് അതനുസരിച്ച് തുള്ളുന്ന മാതാപിതാക്കളായി മാറുകയാണല്ലോ. എന്തേ മക്കള് വാങ്ങിത്തരാൻ പറയുന്നത്? അത് ഇന്ന് മാതാപിതാക്കൾ അല്ലാഹുവേ ഹറാമെന്ന് നോക്കുന്നില്ല, അതുകൊണ്ടുള്ള ഭവിഷ്യത്ത് നോക്കുന്നില്ല. ഓരോ മാതാപിതാക്കളും അത് വാങ്ങിക്കൊടുക്കുകയാണ്. അതാ പ്രിയപ്പെട്ട എൻ്റെ പ്രിയമുള്ളവരെ എന്ന് മനസ്സിലാക്കിക്കോ. പടച്ചവനെ, ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ഭവിഷ്യത്ത് ഞാൻ പറഞ്ഞു തരാ. ഇന്ന് പ്രിയപ്പെട്ട നമ്മുടെ മക്കള് അവര് സ്കൂളുകളിൽ പഠിക്കുമ്പോ, കോളേജുകളിൽ പഠിക്കുമ്പോ, 10ലും +1ലും +2വിലൊക്കെ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടല്ലോ. അതാ പടച്ചവനെ, ഇന്ന് അവരെ റിലേഷനായി മാറുകയാണ്. അവരിങ്ങനെ വല്ലാത്ത സ്നേഹബന്ധത്തില് രാത്രി സമയത്തും വീട്ടിൽ വന്നാ വിളിക്കുകയാണ്, പകൽ സമയത്തും വീട്ടിൽ നിന്ന് വിളിക്കുകയാണ്. സ്കൂളിൽ ചെന്ന പടച്ചവനെ പരസ്പരം കണ്ടിട്ടോ അവരിങ്ങനെ ഒപ്പം നടക്കുകയാണ്, ഒപ്പം ക്ലാസ്സിലിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഹറാമല്ലേ?
എന്നിട്ടത് പല മക്കളും വീടുകളിൽ വന്നിട്ട് ഉമ്മയോട് പറയുകയാ, ഉമ്മ എനിക്ക് ഇന്നാലിന്നവനെ ഇഷ്ടമാ, എനിക്ക് ഇന്നാലിന്നവളെ ഇഷ്ടമാ. പടച്ചവനെ, എന്നിട്ടതിന് സപ്പോർട്ട് നിൽക്കുന്ന ചില മാതാപിതാക്കളെ കാണുകയാണ്. മോനെ, നീ കൂടെ നടക്കുന്ന ഒരു പെണ്ണുണ്ടല്ലോ, അവൾ നിനക്ക് ഹലാലാകണമെങ്കിൽ നിക്കാഹ് എന്ന് പറയുന്ന ഏറ്റവും വലിയ സത്യമുണ്ടല്ലോ, ആ നിക്കാഹ് കൊണ്ട് ഹലാലാക്കാതെ നിന്റെ വാപ്പ നിന്റെ മുമ്പിലൂടെ നിനക്ക് ഇഷ്ടപ്പെട്ടവന്റെ മുമ്പിലേക്ക് അല്ലാഹുവേ പടച്ചവനെ നിക്കാഹ് കൊണ്ട് ഹലാലാക്കാതെ എങ്ങനെയാണടാ നിനക്ക് അത് ഹലാലാകുന്നത്? ആ പെണ്ണ് എങ്ങനെയാ നിനക്ക് ഹലാലാകുന്നത്? പൊന്നു ചെറുപ്പക്കാരാ, പൊന്നുമോനെ, നിന്റെ ജീവിതം നീ നഷ്ടപ്പെടുത്തരുത്. അള്ളാന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മോനെ, കണ്ണുകൊണ്ട് വ്യഭിചാരമുണ്ടടാ, ചെവി കൊണ്ട് വ്യഭിചാരമുണ്ടടാ, ഹൃദയം കൊണ്ട് വ്യഭിചാരമുണ്ടടാ, കൈകാലുകളെ കൊണ്ട് വ്യഭിചാരമുണ്ട്. പടച്ചവനെ, എങ്ങനെയാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഹറാം കാണലാണ് മോനെ കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം എന്ന് പറയുന്നത്. ഹറാമിന്റെ സ്വരങ്ങൾ, സെക്സ് സ്വരങ്ങൾ കേൾക്കാനാണ് പടച്ചവനെ ചെവി കൊണ്ടുള്ള വ്യഭിചാരം എന്ന് പറയുന്നത്. അല്ലാഹുവേ, ഹറാം ചിന്തിക്കലാ നമ്മുടെ ഹൃദയം കൊണ്ടുള്ള വ്യഭിചാരം എന്ന് പറയുന്നത്. പടച്ചവനെ, ഇന്നത് പറയുന്നവരെ പുറത്താണല്ലോ. എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ലൈസൻസ് ഇന്ന് മാതാപിതാക്കൾ വരെ മക്കൾക്ക് കൊടുക്കുകയാ. അതൊന്നും പ്രശ്നമല്ലല്ലോ. നിക്കാഹ് കഴിയാതെ സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് പടച്ചവനെ ഓരോ സ്ഥലങ്ങളിൽ ആണും പെണ്ണും കെട്ടിപ്പിടിച്ചിട്ടും ചുംബനം കൊടുത്തിട്ടും നിൽക്കുന്ന വീഡിയോസുകൾ എടുത്തിട്ടോ ഫോട്ടോകൾ എടുത്തിട്ടോ ആ ഹറാം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ടെന്നറിയോ? നിക്കാഹിന്റെയും വിവാഹത്തിന്റെയും ദിവസങ്ങൾക്ക് മുമ്പ് പല പല പേരുകളിൽ പടച്ചവനെ പരിപാടികൾ നടത്തുകയാണ്, വീട്ടിനകത്ത് ഫംഗ്ഷനുകൾ നടത്തുകയാണ്. എന്നിട്ടോ നിക്കാഹ് പോലും കഴിയാതെ ആ പുതിയാപ്ലയെന്ന് പറഞ്ഞ് കണ്ട് പറ്റിപ്പോയവന് അവന് കടന്നു വന്നിട്ട് ഭാര്യ എന്ന് പറയുന്ന നിക്കാഹ് പോലും കഴിയാത്ത ഈ പെണ്ണിനെ ചാഞ്ഞും ചെരിഞ്ഞും നിർത്തിയിട്ട് അവന്റെ കൂടെ ഫോട്ടോ എടുക്കുകയാ, അവന്റെ മാറിടത്തിലേക്ക് ചാഞ്ഞു കിടക്കുകയാ, അവന്റെ കൈ പിടിക്കുകയാ, അവന്റെ കൂടെ ഡാൻസ് കളിക്കുകയാ. മോനെ, ഹറാമല്ലേ മോളെ, ഹറാമല്ലേ? അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ആരെങ്കിലും വിളിച്ചാ പോകരുത് വാപ്പാ. ആ ഫംഗ്ഷനിലേക്ക് പോകാനുള്ള മനസ്സ് കാണിക്കരുത്. കാരണം ആ ഹറാമിന് നമ്മളും കൂട്ടുനിൽക്കുകയാണ്, നമ്മളും കൂട്ടുനിൽക്കുകയാണല്ലോ. പടച്ചവനെ, നിക്കാഹ് പോലും ഇന്ന് കഴിയാതെ അല്ലാഹുവേ എത്ര കുടുംബങ്ങളാ അങ്ങനെ ചെയ്യുന്നതെന്നറിയോ? എത്ര കുടുംബങ്ങളാണ് അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നറിയോ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വാപ്പാ, തന്റെ വീട്ടിൽ അങ്ങനെ ഒരു കല്യാണം ഉണ്ടാകരുത്, അങ്ങനെ ഒരു സൽക്കാരം ഉണ്ടാകരുത്, അങ്ങനത്തെ ഒരു പാർട്ടി ഉണ്ടാകരുത്. നിനക്ക് സമ്പത്തുണ്ടാകാം, അധികാരമുണ്ടാകാം, നിനക്ക് അല്ലാഹു തആല ഒരുപാട് പവറുകൾ നൽകാം. പക്ഷേ എത്ര വലിയ അധികാരവും പവറുകളുമെല്ലാം നിന്റെ സമ്പത്ത് കൊണ്ട് എല്ലാവരും നിന്റെ കൂടെ ഉണ്ടെങ്കിലോ, നിന്റെ കൂടെ ഒരുപാട് ആളുകൾ നിന്നോട് സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിലോ, വാപ്പാ മനസ്സിലാക്കിക്കോ, നിനക്ക് അല്ലാഹു തആല അയച്ചു തരുമെടാ. ഖാറൂന്റെ ചരിത്രം കഴിഞ്ഞു പോയ ക്ലാസ്സുകളിൽ പറഞ്ഞതാ. മോനെ, ഫിർഔനിനെ അറിയുമല്ലോ, ഖാറൂനെ അറിയുമല്ലോ. ഞങ്ങളാണ് വലിയവരെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന സമ്പന്നരായ ആളുകള്, അവരൊക്കെ ഇന്ന് എവിടെയാണെന്ന് ആലോചിച്ചു നോക്ക. അല്ലാഹനെ മറന്ന പടച്ചു തമ്പുരാനെ കളിയാക്കിയിട്ട് റബ്ബിനെ അനുസരിക്കാതെ ദുനിയാവിന്റെ തുരിക്കുമുകളിലൂടെ കടന്നു പോയാ മോനെ, നിന്നെ അല്ല വെറുതെ വിടുമോ? അല്ലാഹു നിന്നെ വെറുതെ വിടുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നിന്റെ ഇരുലോകവും അല്ലാഹു നഷ്ടത്തിലാക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ ഓർമ്മപ്പെടുത്താൻ, അള്ളാഹുവിനെ മറന്നുകൊണ്ട് ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നു പോയാൽ, എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് ചില വിവാഹങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ്? ദിവസങ്ങൾക്ക് മുമ്പേ പരിപാടികൾ തുടങ്ങാൻ, കുറെ ഒലക്ക പിടിച്ചും ഒരല് പിടിച്ചും മഞ്ഞൾ തേച്ചും പടച്ചവനെ മഞ്ഞയും ചോപ്പും പച്ചയൊക്കെ എന്ന് പറഞ്ഞിട്ട് അല്ലേ, അങ്ങനൊക്കെ ഓരോരോ പേരുകളാ ഓരോന്നിനും. ഈ പേരുകളൊക്കെ ഇട്ടിട്ട് പേക്കൂത്തുകൾ വീട്ടിനകത്ത് കാട്ടാൻ, വീട്ടിനകത്തും പടച്ചവനെ എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മാതാപിതാക്കൾ, നിക്കാഹ് പോലും കഴിയാതെ സേവ് ദ ഡേറ്റ് ഫോട്ടോയും അതുപോലെ തന്നെ എൻ്റെ പ്രിയമുള്ളവരെ വീഡിയോസുകളൊക്കെ എടുത്തിട്ട് ഹറാമ് കാട്ടുന്നവർ. നിനക്ക് ഹലാലാകണമെങ്കിൽ അല്ലാഹുവേ നിന്റെ പ്രിയപ്പെട്ട വാപ്പ പിടിച്ചിട്ട് മോളെ നിന്റെ ഭർത്താവ് എന്ന് പറയാൻ വേണ്ടി കടന്നു വന്നവന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അത് ചെയ്തിട്ടുണ്ടോ? അത് ചെയ്യാതെ എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് ഹറാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പ്രശ്നമല്ല വാപ്പയ്ക്ക്, അത് പ്രശ്നമല്ല ഉമ്മയ്ക്ക്. ഒരു ഫോട്ടോ എടുക്കാനാ എന്ന് പറയുമ്പോഴത്തേക്ക് വാപ്പ മകളെ വിടുകയാണ്, ഉമ്മ മകളെ വിടുകയാണ്, സമ്മതിക്കാൻ വേണ്ടി പറയാണ്. ഇനി വാപ്പ എതിർ നിന്ന മക്കൾ പറയാ അവർ കുട്ടികളല്ല, അവർ ചെയ്തോട്ടെ, അവർ കുട്ടികളല്ല, അവർ ചെയ്തോട്ടെ എന്ന് എൻ്റെ പ്രിയമുള്ളവരെ ചില മാതാപിതാക്കൾ പറയാൻ. എന്നിട്ട് എന്ത് ചെയ്യാണ്? അവർക്ക് തോന്നുന്നത് പോലെ അവിടെയും ഇവിടെയും പിടിച്ചും ചാഞ്ഞും ചെരിഞ്ഞു നിന്ന് ഈ ഹറാമായ സേവ് ദ ഡേറ്റ് എന്ന് പറയുന്ന സംഭവം നടക്കുകയാണ്. മനസ്സിലായത് നിങ്ങൾക്ക്? എടാ, നിനക്ക് ഹലാലാക്കി നിന്ന് നിക്കാഹ് കഴിഞ്ഞിട്ട് നിന്റെ ഭാര്യയല്ലേ മോളെ, നിന്റെ ഭർത്താവിന് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, നീ എവിടെ വേണമെങ്കിലും പോയിട്ട് ഫോട്ടോ എടുത്തോ. പക്ഷെ എന്തിനാണ് നിക്കാഹ് കഴിയുന്നതിന്റെ മുമ്പ് തന്നെ ചെയ്യുന്നത്? എന്നിട്ട് അത് സമ്മതിക്കുന്ന മാതാപിതാക്കളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. അള്ളാഹു ബോധം നൽകട്ടെ, അള്ളാഹു ബോധം നൽകട്ടെ. അതാ പറയുന്നത്, നമ്മുടെ ഈ കാലം എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് തെറ്റുകൾ അംഗീകരിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ഉള്ളത്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അവസാന കാലമാകുമ്പോ ഒരു കാലത്ത് നമ്മൾ മോശപ്പെട്ടത് എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അതെല്ലാം ഇന്ന് ആളുകൾ അംഗീകരിച്ചു തുടങ്ങും. അതൊന്നും പ്രശ്നമല്ല എന്ന കാലത്തിലേക്ക് വരും. ഒരു സമയത്ത് എൻ്റെ പ്രിയമുള്ളവരെ ഹലാലാക്കിയിരുന്ന കാര്യങ്ങൾ അത് നന്മയായി കണ്ടിരുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ ഒരു കാലഘട്ടം വരുന്ന സമയത്ത് ജനങ്ങൾ മുഴുവനും അതിനെ മാറ്റി നിർത്തപ്പെടും. അത് വേണ്ട എന്ന് പറയും, അത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ചെയ്യുന്നത് മടിയായിരിക്കും, ഇങ്ങനെയാക്കപ്പെടും. ഇന്ന് കാണുന്ന നമ്മുടെയൊക്കെ ഓരോ സദസ്സുകളിൽ പോയിരിക്കുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിലേക്ക് വരുന്ന വാപ്പയുടെ പ്രായം ചെന്ന ഉപ്പാപ്പമാരുടെ തലയിലേക്ക് നോക്കുന്നതുകൊണ്ട് അവിടെ തലക്കകത്തൊരു തലപ്പാവ് കാണും, അവരുടെ തലക്കകത്ത് തൊപ്പി കാണും. അവർ മുഴുവൻ കിതാബ് ഓതി പഠിച്ചിട്ടല്ല, അല്ലെങ്കിൽ ആലിമീങ്ങളായിട്ടല്ല, ഹാഫിദീങ്ങളായിട്ടല്ല. എൻ്റെ പ്രിയമുള്ളവരെ, അത് അള്ളാഹുവെ പഴയ കാലത്ത് അവിടെ ഉപ്പാപ്പമാര് കൊണ്ടു നടന്നിരുന്ന അവരെ ശീലിപ്പിച്ച ശീലവ. ഇന്ന് നമ്മുടെ മക്കൾ, ഏതെങ്കിലും മക്കൾ പള്ളിക്കകത്തേക്ക് വരുമ്പോൾ തലയിൽ തൊപ്പി ഉണ്ടാവാറുണ്ടോ? ഏതെങ്കിലും പ്രിയപ്പെട്ട മക്കൾ നാട്ടിലൂടെ നടക്കുമ്പോൾ തലക്കകത്ത് തലമറച്ച് നടക്കുന്നുണ്ടോ? ആ സുന്നത്ത് എടുക്കുന്നുണ്ടോ? ഇല്ല. എൻ്റെ പ്രിയമുള്ളവരെ, എന്ത് അതൊക്കെ ഇന്ന് ഔട്ട് ഓഫ് ഫാഷനാ. തൊപ്പിയിട്ട് നടക്കുന്നവനെ കണ്ട ഏതാടാ നീ വലിയ മുത്തക്കി അല്ലെ, നീ വലിയ മുത്തക്കി ആയിരിക്കുന്നു എന്ന് അവനെ കളിയാക്കിയിട്ട് പറയും. ഏതെങ്കിലും ഒരുത്തന് എന്തെങ്കിലും നന്മ ചെയ്താൽ അവനെ കളിയാക്കുന്ന കാലഘട്ടവാ. നന്മകളൊക്കെ അവിടെ നിൽക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് അങ്ങനെ ഒരു ചിന്തയാ മനുഷ്യന്റെ മനസ്സിനകത്ത്. പള്ളിയിലേക്ക് പോകുന്ന കണ്ട ചെറുപ്പക്കാരോ നീ വലിയ നിസ്കാരക്കാരൻ അല്ലെ, കളിയാക്കുന്ന കാലഘട്ടവാ. അങ്ങനെയാ ആ കാലഘട്ടത്തിലേക്ക് എൻ്റെ പ്രിയമുള്ളവരെ ഇനിയും ഇപ്പൊ നമ്മൾ കടന്നുകൊണ്ട് തുടങ്ങുകയാണ്. പല ആളുകളും പല മക്കളും മാതാപിതാക്കളുടെയും ഒക്കെ അവസ്ഥ ഇങ്ങനെയാണ്. ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇന്ന് പ്രശ്നമല്ല, ചെയ്തോട്ടെ. അതെന്തിനാ ചോദ്യം ചെയ്യുന്നത്? ഈ കാലഘട്ടം ഇങ്ങനെ ചോദിക്കുന്നത് ഈ കാലഘട്ടമല്ലേ? അള്ളാന്റെ പരിശുദ്ധമായതിന് കാലഘട്ടങ്ങൾക്ക് അനുസരിച്ച് മാറ്റേണ്ടതാണോ? അങ്ങനത്തെ ഒരു കാലഘട്ടം എൻ്റെ പ്രിയമുള്ളവരെ ഉണ്ടാവാൻ പാടില്ല. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ പറഞ്ഞത്, അവസാന കാലഘട്ടമാകുമ്പോൾ ദീനിന്റെ കാര്യങ്ങൾ നമുക്ക് മുറുകെ പിടിക്കാൻ കഴിയില്ല, ദീനിന്റെ കാര്യങ്ങൾ പറയാൻ കഴിയില്ല. ഇന്ന് നോക്കൂ നിങ്ങൾ, ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി, എൻ്റെ പ്രിയമുള്ളവരെ, സ്റ്റേജിൽ വന്നിട്ട് വലിയൊരു പെൺകുട്ടി പബ്ലിക്കായിട്ട് അവിടുന്ന് ട്രോഫി വാങ്ങിയപ്പോ ഒരുപാട് ആലിമീങ്ങൾ നിൽക്കുന്ന, ബഹുമാനപ്പെട്ട MT ഉസ്താദൊക്കെ നിൽക്കുന്ന ഒരു സദസ്സിൽ ഒരു സമയത്ത് അതിനെ കുറിച്ചൊന്ന് ഉസ്താദ് ഒന്ന് പറഞ്ഞപ്പോ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു, കേസാകുന്നു, ചില ഫെമിനിസ്റ്റുകൾ അത് ഏറ്റെടുക്കുന്നു, വലിയ വിവാദമായി മാറുന്നു അല്ലെ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് എൻ്റെ പ്രിയമുള്ളവരെ സമൂഹം എത്തപ്പെടാൻ ഇന്ന് ഇലക്ഷൻ നിൽക്കുമ്പോൾ ഓരോ നാടുകളിൽ നടക്കുന്ന അവസ്ഥ, പടച്ചവനെ, ഇലക്ഷനിൽ മത്സരിക്കുന്ന ചില പെണ്ണുങ്ങൾ, ആണുങ്ങള് എൻ്റെ പ്രിയമുള്ളവരെ നിൽക്കുന്ന ആ വാഹനത്തിനകത്ത് കയറി നിന്നിട്ട് ഒരൊറ്റ പെണ്ണുങ്ങൾ കൂടെയില്ല, പുരുഷന്മാർക്കിടയിൽ നിന്നിട്ട് നടക്കുന്ന സംഭവങ്ങൾ.
അതുപോലെ തന്നെ ഇന്ന് അതിന് വേണ്ടി ഒരു പാർട്ടിക്ക് വേണ്ടി എൻ്റെ പ്രിയമുള്ളവരെ തലയിൽ തട്ടമിട്ട പർദ്ദയിട്ട ചില പെൺകുട്ടികൾ, ചില സഹോദരിമാർ സമൂഹത്തിന്റെ മുമ്പിലേക്ക്, ടൗണുകളിലേക്ക്, റോഡുകളിലേക്ക് ഇറങ്ങിയിട്ട് ഡാൻസ് കളിക്കുന്ന അവസ്ഥ. അവിടെയും ഫർദയും ഹിജാബും ഇട്ട് അല്ലേ? എന്തിനാണ് ആ ഹിജാബും ഫർദയും വെറുതെ ധരിച്ചിരിക്കുന്നത്? ആ ഫർദക്കും ഹിജാബിനും ഒരു ഷിയാറില്ലേ? അതൊരു ഷിയാറല്ലേ? ഒരു നന്മയുടെ ഷിയാറല്ലേ? നല്ല സന്ദേശങ്ങൾ നൽകുന്ന വഴികളല്ലേ? അതെല്ലാം അവിടെ നിന്ന് കാണിച്ചിട്ട് എന്റെ പ്രിയമുള്ളവർ എന്തിനാ വെറുതെ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നത്? അതൊക്കെ അയച്ചു വെച്ചിട്ട് ചാടിക്കൂടെ? അയച്ചിട്ട് വെച്ചിട്ട് എന്താ ചെയ്തോട്ടെ അല്ലേ? പക്ഷേ ഈ പരിശുദ്ധമായ ദീനിന്റെ ശിഹാറും വെച്ചിട്ട് ഹറാമുകൾ കാണിക്കും. എന്റെ പ്രിയമുള്ളവരെ, തലയിൽ തട്ടവും ഹിജാബും ധരിച്ചിട്ട് ആടുകയും ചാടുകയും പാടുകയും ചെയ്യുകയാ. ഇത് ഹറാം എന്ന് പറയുന്ന ആള് പുറത്താ. പറയുന്നവനെ ഊക്കാൻ വേണ്ടി ആളുകൾ ഇന്ന് വരിക്ക് നിൽക്കുക. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടോ എന്ന് അവനെ ഒന്ന് ഏറിക്കയറ്റാമായിരുന്നു എന്ന് വിചാരിച്ചു. ചിലപ്പോ ഈ പറയുന്നത് കണ്ട് ഏതെങ്കിലും ഒരുത്തിന് ലൈവ് പോവാണല്ലോ, ഏതെങ്കിലും ഒരുത്തിന് ഇത് കണ്ട എന്റെ പ്രിയമുള്ളവരെ ചിലപ്പോ നാളെ നോക്കുമ്പോ ഇതെല്ലാം എടുത്തിട്ട് പല ഊക്കലിനൊക്കെ ചെയ്തിട്ടുണ്ടാകും അല്ലെ? ഇന്ന് അങ്ങനത്തെ കാലഘട്ടം അള്ളാഹു നമുക്കൊക്കെ ബോധം നൽകട്ടെ. അള്ളാഹു നമുക്കൊക്കെ ബോധം നൽകട്ടെ എന്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹു തആല നമുക്ക് നൽകിയ നമ്മുടെ മക്കൾ അമാനത്തായ വലിയൊരു സമ്പത്താണ്. ആ മക്കളെ, ആ അമാനത്തായ സ്വത്തിനെ നമ്മൾ വേണ്ട രൂപത്തിൽ പരിചരിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹുവെ, പടച്ചവനെ, പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ അതിന് ഉത്തരം പറയേണ്ടി വരും. അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും എന്നർത്ഥം. മനസ്സിലായ നിങ്ങൾക്ക്? ദുനിയാവെന്ന് പറഞ്ഞ മോനെ, നമ്മൾ പറഞ്ഞല്ലോ ചതിക്കുന്ന ചരക്ക. ഏത് രൂപത്തിൽ വേണമെങ്കിലും നമ്മളെ വഞ്ചിക്കും, എങ്ങനെയും നമ്മൾ ചതിക്കപ്പെടും. എന്നാൽ നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അതാ പടച്ചവനെ അല്ലാഹു തആല പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ടെങ്കിലും അതാ പല ഉത്തരങ്ങളും നമ്മൾ അവിടുന്ന് കൊടുക്കാനുണ്ടെങ്കിലും അതാ നമ്മൾ ഏറ്റവും കൂടുതൽ അവിടുന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ എന്ന് പറയുന്നത്. മോനെ, നിനക്ക് അല്ലാഹു തആല വെറുതെ തന്നതല്ല നിന്റെ മോളെ, നിന്റെ മോനെ നിനക്ക് അല്ലാഹു തആല വെറുതെ തന്നതല്ലോ. അവരെ നീ ദീന് പഠിപ്പിക്കണല്ലോ, വേണ്ട രൂപത്തിൽ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണമല്ലോ. നീ വിചാരിക്കും, നീ പറയാറുണ്ട് എന്റെ മക്കൾക്ക് ദീന് പഠിപ്പിക്കാൻ ഞാൻ മദ്രസയിൽ വിടുന്നുണ്ടല്ലോ, ഞാൻ പള്ളിയിൽ വിടുന്നുണ്ടല്ലോ. മോനെ, പോരാ, നിന്റെ പ്രിയപ്പെട്ട മക്കളെ നീ എന്താ പഠിപ്പിച്ചതെന്ന് പടച്ച തമ്പുരാൻ ഉസ്താദിനെ വിളിച്ചിട്ട് ചോദിക്കില്ല, പള്ളിയിലെ ഖതീബിനെ വിളിച്ചിട്ടല്ല ചോദിക്കുന്നത്. മോളെ, നിന്നോടാ പടച്ച തമ്പുരാൻ ചോദിക്കുന്നത്. നിന്റെ മോന്റെ ഈ അവസ്ഥ ഇങ്ങനെയായിരുന്നു, നിന്റെ മോള് ചെയ്തിരുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. അള്ളാന്റെ ദീന് നീ എന്താ പഠിപ്പിച്ചു കൊടുത്തതെന്ന് നാളെ പടച്ച തമ്പുരാൻ പരലോകത്ത് നിന്നോടാ ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാ നീ എന്താ നിന്റെ മക്കൾക്ക് നീ കൊടുത്തിട്ടുള്ളത്? അതാ പടച്ചവനെ, നന്മയും തിന്മയും മേടുകളെല്ലാം അവിടുന്ന് രേഖപ്പെടുത്തുകയാണ്. നീ നിസ്കാരവും നോമ്പും എല്ലാം ചെയ്യുന്നവരോ, ഏത് സമയത്തും പടച്ചവനെ തസ്ബീഹ്മാല കയ്യിൽ വെച്ചിട്ട് അതാ സദാസമയവും കടന്നു പോകുന്ന ഉമ്മയാണ്, വാപ്പയാ. പള്ളിയിലെ എല്ലാ ദിവസവും ജമാഅത്തിന്റെ ഒന്നാമത്തെ സഫിലുണ്ട്, ഇമാമിന് തൊട്ടു പിറകിലുണ്ട്. ദിക്റുകളും സ്വലാത്തുകളും നടത്തുന്നവരോ, വിത്ർ നിസ്കരിക്കും, തഹജ്ജുദ് നമസ്കരിക്കും, എല്ലാ നന്മകളും ചെയ്യുന്നവരോ. എന്നാ നാളെ നീ മരിച്ചിട്ട് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ നിന്റെ സുന്നത്തായ ധർമ്മങ്ങളും കർമ്മങ്ങളും ഫർളും എല്ലാം എടുത്തിട്ട് അവിടുന്ന് അല്ലാഹു തആല തൂക്ക് നോക്കുമ്പോ ഈ നന്മയുള്ളവനാണ്, ഈ സ്വർഗത്തിന്റെ അവകാശിയാ, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എടുത്തിട്ട് പോകുന്ന വാപ്പാ, നിന്റെ പുറകെ നിന്ന് വിളിക്കുമെടാ നിന്റെ മക്കളോ. എന്തേ കാര്യമെന്നറിയോ? അവനെ നീ സ്വർഗത്തിലേക്ക് വിടല്ല അല്ലാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മെ വിളിക്കുന്നൊരു സമയമുണ്ട്. മാശറ എന്ന് പറയുന്ന വൻസഭയാണ്. അവിടെ മോനെ അർശിന്റെ തണലുണ്ട്. ആ തണല് നിനക്ക് അല്ലാഹു തആല നൽകുന്നില്ലല്ലോ. എന്തേ നിന്റെ നന്മകളൊക്കെ ഉണ്ടായിട്ടും നിനക്കതെല്ലാം വിലക്കപ്പെടുന്നത്? ആ സ്വർഗത്തിന്റെ ഉള്ളറയിലേക്ക് എന്തേ നിനക്ക് കയറാൻ അല്ലാഹു വിലക്കുന്നതെന്നറിയോ? നിന്നെ പിറകുന്ന് വിളിക്കുന്ന മക്കളാണ്. നീ പാല് കൊടുത്ത്, നീ തേന് കൊടുത്ത്, നീ ഭക്ഷണം കൊടുത്ത്, 10 മാസം ഗർഭം ധരിച്ച് പെണ്ണെ നീ വളർത്തിയെടുത്ത നിന്റെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ. ആ മക്കളാ നിന്നെ പുറകെ നിന്ന് വിളിക്കുന്നത്. എന്തിനാ വിളിക്കുന്നതെന്നറിയോ?
ഇന്നെനിക്ക് ഇവിടെ അമല് കുറവാ വാപ്പാ. ഒരുപാട് തെറ്റുകൾ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നു പോയപ്പോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഹറാമ് ചെയ്തു, ഒരുപാട് ഹറാമ് കണ്ടു. ഇതിനെല്ലാം കൂട്ടുനിന്ന വാപ്പാ, എല്ലാം അറിഞ്ഞിട്ടും അവിടെ നിന്ന് എന്നെ വിലക്കാതെ എനിക്ക് സപ്പോർട്ടായിട്ട് മക്കൾക്ക് ഓശാന പാടുന്ന വാപ്പമാര് മനസ്സിലാക്കിക്കോ മോനെ, ദുനിയാവല്ല ജീവിതം എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു പരീക്ഷാ സെന്റർ ആണ്. ഇവിടെ നിന്ന് വിജയിച്ചിട്ട് അള്ളാന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലണല്ലോ. ആ പടച്ചു തമ്പുരാന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നിട്ടോ അവിടെ നമുക്ക് വിജയിക്കണം മോനെ, അവിടെ നമുക്ക് വിജയിക്കണല്ലോ. എന്നാലേ നമുക്ക് ദുനിയാവും ആഖിറവും ലഭിച്ചെന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയുകയുള്ളൂ. അതുകൊണ്ട് മക്കളുടെ ഹറാമിന് കൂട്ടുനിന്ന നാളെ നിന്നെ പിറകുന്ന് വിളിച്ചിട്ട് പറയും നീ നരകത്തിലേക്ക് പോകേണ്ടവരാ. കാരണം എല്ലാ സ്നേഹവും വാത്സല്യവും കൊടുത്തിട്ട് വളർത്തിയ മക്കളാ വിളിക്കുന്നത്. പടച്ചവനെ, ഇവരെ ഇവിടെ ഒന്ന് കടത്തി തരണേ അല്ലാ. എന്തിനെന്നറിയോ എന്റെ ജീവിതത്തിൽ ഈ മാശറയുടെ ചൂടുണ്ടല്ലോ. താഴത്തെ ചെമ്പിന്റെ തറയാ റബ്ബേ, ഈ ചെമ്പിന്റെ തറയിൽ നിൽക്കാൻ അല്ലാ എനിക്ക് കഴിയുന്നില്ല അല്ലാ. അതുകൊണ്ട് എന്റെ വാപ്പാനെ ഉമ്മാനെ ഇവിടെ കിടത്തണേ അല്ലാ. അവിടെ ദേഹത്ത് ചവിട്ട് നിന്നിട്ടോ ഞാൻ എന്റെ ചൂടൊന്ന് ക്ഷമിക്കട്ടെ അല്ലാ എന്ന് പറയുന്ന മക്കളുണ്ടല്ലോ. എന്ന് പറയുന്ന മക്കളായി എന്റെയും നിങ്ങളെയും മക്കളായി മാറുകയോ. അതാ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തിയത്. ലാ യൻഫഉ മാലും വലാ ബനൂൻ. ദുനിയാവില് വേണ്ടതുപോലെ നിന്റെ മക്കളെ നീ നോക്കിയിട്ടില്ലെങ്കിലോ, നീ ദീന് കൊടുത്തിട്ടില്ലെങ്കിലോ, അള്ളാനെ പഠിപ്പിച്ച് കൊടുത്തിട്ടില്ലെങ്കിലോ, മോനെ നിന്റെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നിനക്ക് ഉപകരിക്കില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ചില മാതാപിതാക്കൾ പറയും, ഉസ്താദെ ഞാൻ എൻ്റെ മകനെ നല്ലത് പഠിപ്പിക്കുന്നുണ്ട്, മദ്രസയിൽ വിടുന്നുണ്ട്, ഇൽമ് പഠിപ്പിക്കുന്നുണ്ട്, എല്ലാം പഠിപ്പിക്കുന്നുണ്ട് എന്ന് ചില മാതാപിതാക്കൾ അവിടുന്ന് വലിയ അഭിമാനത്തോട് സംഭവമായിട്ട് പറയാറില്ലേ? നിന്റെ പറയുന്ന മാതാപിതാക്കളെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിന്റെ പ്രിയപ്പെട്ട മക്കളെ ദീന് പഠിപ്പിക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത് പള്ളിയിലെ ഉസ്താദാണെങ്കിൽ അല്ലെങ്കിൽ മദ്രസയിലെ ഉസ്താദാണെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, ആ പ്രിയപ്പെട്ട ഉസ്താദിനോട് പടച്ചോൻ ചോദിക്കില്ല അവന്റെ കുട്ടിക്ക് നീ എന്തു പറഞ്ഞു കൊടുത്തു എന്ന്. ഇത് ചോദ്യം വരുന്ന നിന്നോടാ. നിന്റെ പ്രിയപ്പെട്ട മക്കള് ഉസ്താദ് ഒരു ദിവസം നമ്മൾ വിചാരിക്കുക അത് മതിയെന്ന, മദ്രസയിലേക്ക് വിടുന്നുണ്ടല്ലോ അത് മതി എന്ന് വിചാരിക്കുന്ന മാതാപിതാക്കളാ. ചെയ്യരുതൊരിക്കലും എന്റെ പ്രിയമുള്ളവരെ. നമ്മുടെ പ്രിയപ്പെട്ട മക്കള് എന്താ മദ്രസയിൽ നിന്ന് പഠിച്ചത്, ഇന്ന് എടുത്ത ഭാഗം എന്താണെന്ന് എന്റെ പ്രിയമുള്ളവരെ ഓരോ രക്ഷിതാവും അറിഞ്ഞിരിക്കണം. ഇന്ന് എല്ലാ മദ്രസകളിലും ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ അല്ലെ? അതിലൂടെ ഉസ്താദന്മാർ എന്താണ് ഒരു ദിവസം ഒരു ക്ലാസ്സിൽ എടുക്കുന്ന ഖുർആൻ, ഹിഫ്ള്, മറ്റു വിഷയങ്ങളെല്ലാം അവിടെ നിന്ന് വിടുന്നുണ്ട്. ഞാനും ഒരു മദ്രസ അധ്യാപകനാണ്. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പഠിപ്പിക്കുന്ന എന്റെ കുട്ടികൾക്ക് ഓരോ ദിവസവും ക്ലാസ്സിലെടുക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ ആ മക്കളുടെ ഗ്രൂപ്പിൽ വിടും. എന്നിട്ട് രക്ഷിതാക്കളോട് പറയും, ഇന്നത് എടുത്തിട്ടുണ്ട്, ഇന്നത് എഴുതാനുണ്ട്, ഇന്നത് പഠിക്കാനുണ്ട്. അത് പഠിപ്പിച്ച് ജീവിതത്തിൽ പകർത്തി എന്റെ പ്രിയമുള്ളവരെ ഓരോ രക്ഷിതാക്കളും കൃത്യമായിട്ട് ചെയ്യും. എന്തിനാ അത് ചെയ്യുന്നത്? ഗ്രൂപ്പിൽ വിടുന്നത് എന്തിനാ? എന്റെ പ്രിയമുള്ളവരെ, മാതാപിതാക്കൾക്ക് അത് അറിയാൻ. പിഞ്ചു മക്കളാ, അവർക്കിതൊന്നും അറിയുന്നില്ല എവിടെ എടുത്ത് എന്തെന്നും. അത് നോക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ കടമയാണ്. അന്വേഷിക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മൾ വിചാരിക്കും ആ മദ്രസയിൽ പോകുന്നുണ്ട്, എന്നിട്ട് ഇങ്ങനെ പാട്ട് പാടുന്ന പോലെ കുട്ടിയെ കൊണ്ടൊന്നിങ്ങനെ വായിപ്പിക്കും, അത് മതി എന്ന് നമ്മുടെ വിചാരം. എന്റെ പ്രിയമുള്ളവരെ, കുട്ടിക്ക് നല്ല ബുദ്ധിയുണ്ട്, നല്ല ഓർമ്മശക്തിയുണ്ട്. ചില മാതാപിതാക്കള് പഠിക്കാൻ വേണ്ടിയിട്ട്, മാർക്ക് കിട്ടാൻ വേണ്ടി ചില മക്കളെ പഠിപ്പിക്കാറുണ്ട്. ഇന്ന് കാണുന്ന സിസ്റ്റം അങ്ങനെയാണ്. മദ്രസയിൽ പഠിപ്പിക്കുന്നത് കുട്ടിക്ക് ടോപ്പ് പ്ലസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഡിസ്റ്റിങ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ മാറി. ചെയ്യരുത്. അതിനല്ല കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ഡിസ്റ്റിങ്ഷനും ടോപ്പ് പ്ലസും എൻ്റെ പ്രിയമുള്ളവരെ ഫസ്റ്റ് ക്ലാസ് ഒന്നും കിട്ടാനല്ല നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ അത് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. പഠിച്ച കാര്യങ്ങൾ. ഇന്ന് പല രക്ഷിതാക്കളുടെയും അവസ്ഥ, പരീക്ഷ ആയി കഴിഞ്ഞാൽ ഏതൊക്കെ വർഷത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ രക്ഷിതാക്കൾക്ക് കിട്ടേണ്ടി വരും.
ഈ രക്ഷിതാക്കൾക്ക് ഇതെല്ലാം കിട്ടുന്നിട്ട് പറയും, എൻ്റെ കുട്ടിയായിരുന്നു 5ാം ക്ലാസ്സിൽ പൊതുപരീക്ഷയിൽ ഫസ്റ്റ്, എൻ്റെ കുട്ടിയായിരുന്നു 10ാം ക്ലാസ്സിൽ ഫസ്റ്റ്, പ്ലസ് ടുവിലും അവൾ തന്നെയാ ഫസ്റ്റ്, ടോപ്പ് പ്ലസ് കിട്ടിയത് അവൾക്കാ എന്ന് പറയും. അഭിമാനത്തോടു കൂടി പറയും. ഈ 10ാം ക്ലാസ്സും കഴിഞ്ഞ് ഏതെങ്കിലും ഈ പ്ലസ് ടുവും കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടി ഏതെങ്കിലും ഒരുത്തനെ കണ്ട അവനോട് നമ്പറും മേടിച്ച് അവൻ്റെ കൂടെ പോകുന്നതും എൻ്റെ പ്രിയമുള്ളവരെ കാണാൻ കഴിയും. ഇതെന്തുകൊണ്ടാ? എല്ലാ ക്ലാസ്സിലും ഫസ്റ്റും അവിടുന്ന് ടോപ്പ് പ്ലസും എല്ലാം ലഭിച്ചിട്ടും വീണ്ടും ഈ ഹറാമിലേക്ക് പെൺകുട്ടി എത്തപ്പെടുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ പ്രിയമുള്ളവരെ, ഇൽമു നാഫി ആയിട്ടില്ല. അത് മാതാപിതാക്കളെ ശ്രദ്ധിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അള്ളാഹു താല ഉസ്താദിനെ വിളിച്ചിട്ടല്ല ചോദിക്കുന്നത്, പള്ളിയിലെ ഖതീബിനെ വിളിച്ചിട്ടല്ല ചോദിക്കുന്നത്, മാതാപിതാക്കളെ നിങ്ങളോടാ ചോദിക്കുക. എൻ്റെ മക്കളത് എന്നോടാ ചോദിക്കാടാ, നിനക്ക് അല്ലാഹു, ഞാൻ നിനക്കൊരു സന്താനത്തെ തന്നു, ഒരു മകനെ തന്നു, ഒരു മകളെ തന്നു, നീ എന്ത് കൊടുത്തു അവൾക്ക് ദീന്, നീ എന്ത് അവനക്ക് ദീന് കൊടുത്തു എന്ന് എന്നോട് എൻ്റെ റബ്ബ് ചോദിക്കും. ആ ഉത്തമ ബോധം എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിനകത്ത് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അള്ളാഹു നൽകട്ടെ, അള്ളാഹു നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു കുഞ്ഞ് ജനിക്കുന്നത് എങ്ങനെയാ? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, മാമിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലിൽ ഫിത്രി. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഒരു കുഞ്ഞ് ജനിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ശുദ്ധമായ പ്രകൃതത്തോട് കൂടിയിട്ടാണ് ഓരോ മക്കളും ജനിക്കുന്നതെന്ന് അതാ പടച്ചവനെ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. അതാ അവിടുന്ന് ഓരോ മക്കളും ഇന്ന് കള്ളനാകുന്നത്, പോലീസാകുന്നത്, പടച്ചവനെ എല്ലാ വേണ്ടാധീനങ്ങളിലേക്കും കടന്നു പോകുന്നത്. ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്റാനിഹി ഔ യുമജ്ജിസാനിഹി. ഓരോ മക്കളെയും അവിടുന്ന് നസ്റാനിയാക്കുന്നത്, യഹൂദിയാക്കുന്നത്, അവിടുന്ന് മജൂസിയാക്കുന്നത് ആരെന്നറിയോ? ഫഅബവാഹു, അവന്റെ മാതാപിതാക്കളാ ഓരോ വാപ്പയും ഉമ്മയുമാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പറയുമല്ല ഉസ്താദേ, അവൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അവൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, പറയേണ്ടത് പറയേണ്ട സമയത്ത് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാ ഇന്ന് നീ പറയുന്ന നിന്റെ മക്കൾ കേൾക്കാത്തത്, അനുസരണ കാണിക്കാത്തത്. പടച്ചവനെ, നമ്മൾ പറയും ഇനി എങ്ങനെയാ വളർത്തേണ്ടത്, ഇനി എങ്ങനെയാ വളർത്തേണ്ടത്? ഉമ്മാ, നിന്റെ മക്കൾക്ക് നമസ്കാരത്തിന്റെ കാര്യത്തിൽ കണിശതയുണ്ടോ? മക്കൾക്ക് നമസ്കാരത്തിന്റെ കാര്യത്തിൽ കണിശതയുണ്ടോ? ഞാൻ പറഞ്ഞു തരാം മക്കളെ എങ്ങനെ വളർത്തണം എന്നുള്ളത്. എന്റെ പ്രിയമുള്ളവർ, ഏകദേശം 10, 70, 80ഓളം ആളുകൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിലുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, എങ്ങനെയാ പ്രിയപ്പെട്ട മക്കളെ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ വളർത്തിയെടുക്കേണ്ടത്? നമ്മുടെ ഈ ഇരിക്കുന്ന ഓരോ ഉമ്മമാർക്കും ഞാൻ പറഞ്ഞു തരാം. നമ്മൾ നിസ്കാരത്തിന്റെ കാര്യത്തിലാണ് ആദ്യം കണിശത കാണിക്കേണ്ടത്. നമ്മൾ സുബഹി നമസ്കാരത്തിന്റെ മുമ്പ് നമ്മൾ എണീക്കണം. നമ്മൾ തന്നെ എണീക്കുന്നത് എപ്പോഴാ? പ്രിയപ്പെട്ട മക്കളെ വലിച്ച് എണീറ്റ് 7 മണിയായി കഴിഞ്ഞാൽ നമ്മൾ എണീക്കുന്നത് കുട്ടികൾക്ക് മദ്രസ തുടങ്ങുന്ന സമയത്താണ്. പല കുട്ടികളും കണ്ണൊക്കെ തിരുമ്പിയിട്ട് ഇങ്ങനെ കാട്ടി എടങ്ങേറായിട്ട് തപ്പി ഇങ്ങനെ വരും മദ്രസയ്ക്ക്. എന്താടാ നീ ഇങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചാൽ പറയും, ഉസ്താദേ ഉമ്മ നീച്ചാൻ വൈകി. എത്ര മണിക്ക്? 7 മണിക്കും 7:30 മണിക്കും 8 മണിക്കൊക്കെ ഉമ്മ നീക്കാൻ വഴിക്ക് വാപ്പ എണീറ്റിട്ടല്ല, കൂർക്കം വലിച്ചിട്ട് അങ്ങനെ കടന്നുറങ്ങണേ. പിന്നെ എവിടുന്നാടാ എന്റെയും നിങ്ങളുടെയും മക്കളൊക്കെ നന്നാവുന്നത്? സുബഹി നമസ്കാരം പോലും വീട്ടിനകത്തില്ലാതെ ചില മാതാപിതാക്കൾ കടന്നുറങ്ങുക. ഖളാ ആക്കിയിട്ട് മാതാപിതാക്കൾ കടന്നുറങ്ങി. എവിടുന്നാ നിന്റെ മക്കൾ പിന്നെ നന്നാകുന്നത്? എന്നിട്ട് പിന്നെ ഉസ്താദിന്റെ അടുത്ത് നൂലും ചരടും ഊതാൻ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ആദ്യം നന്നാവേണ്ടത് ആരാ? വാപ്പയും ഉമ്മയായ നമ്മളല്ലേ. പിന്നെ അതിലൂടെ ഉണ്ടായ സാധനങ്ങൾ എങ്ങനെ നന്നാവാനാടോ? നല്ലതിലല്ലേ നല്ലത് പിറക്കത്തുള്ളൂ. വെടക്കിന്റെ അടുത്ത് വെടക്കന്നെ ഉണ്ടാവത്തുള്ളൂ. അള്ളാഹു നമ്മുടെ മക്കളെ കാത്ത് രക്ഷിക്കട്ടെ, നമ്മളെയും അള്ളാഹ് കാത്ത് രക്ഷിക്കട്ടെ. നാമീ പറഞ്ഞു, അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതാ പറഞ്ഞത്, ചില മാതാപിതാക്കളുടെ അവസ്ഥ അതാ. ഈ കണ്ണും തുരുമ്പി മദ്രസയിലേക്ക് വെടികി വരുന്ന മക്കളോട് ചോദിക്കണം, നിന്റെ ഉമ്മ നീച്ചിട്ടുണ്ടോ? ഓൻ പറയും, ഇല്ല ഉസ്താദ്, എന്റെ ഉമ്മ നീച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ വൈകിയത്. മനസ്സിലായ? സമയത്ര 8 മണി. ആ സമയത്ത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അവസ്ഥ.
എന്നിട്ടും പറയും ഉസ്താദ് ഞാൻ പറയുന്നത് അവന് കേൾക്കുന്നില്ല. എവിടുന്ന് കേൾക്കാനാ? എന്റെ പ്രിയമുള്ളവരെ, അലാരം വെക്കുക. എത്ര മണിക്ക്? 7 മണിക്ക്. എന്നിട്ടാ എണീക്കുന്ന ഉമ്മ. ഈ ഉമ്മ എണീറ്റിട്ട് മക്കളെ വലിച്ചിട്ട് എണീക്കടാ, മദ്രസയിൽ പോണ്ടടാ, എണീക്കടാ എന്ന് പറഞ്ഞ് 2 ഒച്ചപ്പാടുണ്ടാക്കല. കുട്ടിയെ വലിച്ചെണീറ്റ് ആ പല്ലൊന്ന് തേച്ചും കൊടുത്ത് എന്ത് ചായ പോലും കുടിക്കാതെ വരുന്ന മക്കളുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും തീറ്റ ഇരുന്നിട്ട് ഇങ്ങനെ അവങ്ങനെ വിടും മേലോട്ട്, ഇങ്ങനെ വായും പിടിച്ച് കുത്തിരിക്കുക. എന്താണ് നീ ഇങ്ങനെ ഇരിക്കുന്നത്? ഒന്നും കഴിച്ചിട്ടില്ല ഉസ്താദെ, പട്ടിണി. എന്നിട്ട് ഇവിടെ വന്ന് എനിക്ക് വള്ളത്തിന് ദാഹിക്കുന്നു. അങ്ങനെ വെള്ളം കുടിക്കാൻ പോകും ചില കുട്ടികൾ. എന്തുകൊണ്ടാ പോകുന്നത്? എന്തെങ്കിലും ഒരു തുള്ളി വെള്ളം ആ മക്കളുടെ വായ്ക്കകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വിട്ടൂടെ? കുട്ടികളെ നിസ്കരിപ്പിക്കണ്ടോ? അതില്ല. കുട്ടികൾക്ക് നേരെ രൂപത്തിൽ മാറ്റില്ല ചെയ്ത് അതുപോലും ഇല്ലാതെ കടന്നു വരുന്ന എത്രയോ മക്കൾ. എന്നിട്ട് ഇവര് പോയി കഴിഞ്ഞാൽ ഉമ്മ നേരെ വന്നിട്ട് പിന്നെയും അവിടെ ആൾട്ടാവുക. പിന്നെ എണീക്കുന്നപ്പോഴാ ഇവര് തിരിച്ച് വരാനുള്ള സമയത്ത് എന്തിന് അപ്പൊ സ്കൂളിൽ പോകണം, ചോറുണ്ടാക്കണം, കൂട്ടാനുണ്ടാക്കണം അല്ലേ? അപ്പോഴാ പിന്നെ ഉമ്മ രണ്ടാമത് എണീക്കുന്നുണ്ട്. കുക്കറിനകത്തിട്ട് 2 വിസില ഉമ്മ. എന്നിട്ട് പല്ലും കൂടി തേച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് അടുക്കളയിൽ പോയിരിക്കുന്ന ഈ പെണ്ണ്. മനസ്സിലാക്കണം. ഇങ്ങനെയാ എന്റെ പ്രിയമുള്ളവരെ ചില ഉമ്മമാരുടെ അവസ്ഥ. അള്ളാഹു ബോധം കൊടുക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ. അങ്ങനത്തെ ഏതെങ്കിലും എന്റെ പ്രിയമുള്ളവരെ കുടുംബത്തിലെ മക്കളുടെ പരാതി പറയാത്ത ഉമ്മമാരുണ്ടാവില്ല. എന്തേ കാരണം? ഉമ്മ നീ നേരത്തെ എണീച്ചിട്ടില്ലടോ, നീ നേരത്തെ എണീക്കാത്തത് കൊണ്ടാ നിന്റെ മക്കള് നന്നാവാത്തത്. മനസ്സിലായോ? നിനക്ക് മനസ്സിലായോ? നീ എന്താ വിചാരിച്ച്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് നമുക്ക് അമാനത്തായി തന്ന ഈ മക്കൾ നന്നാവണമെങ്കിൽ ആദ്യം നമ്മളാ നന്നാവേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, സുബഹിന്റെ മുമ്പ് ഒന്ന് എണീക്ക്, തഹജ്ജുദിന്റെ സമയത്തൊന്ന് എണീക്ക്. എന്നിട്ട് അവിടുന്ന് നിസ്കാരം, തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞിട്ട് എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന്, അല്ലെങ്കിൽ നീ എണീക്കുന്ന സമയത്ത് തന്നെ നിന്റെ പ്രിയപ്പെട്ട മക്കളെയും നീ വിളിക്ക്. എന്നിട്ടൊന്ന് എണീക്ക് മോനെ, നീ തഹജ്ജുദ് നമസ്കരിക്കടാ എന്ന് പറയുന്ന മാതാപിതാക്കളാണെങ്കിൽ, നിന്റെ മാതാപിതാക്കൾ, ഈ ഓരോ രക്ഷിതാക്കളും ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വാപ്പയും ഉമ്മയും ഒരിക്കലും ഒരു മകനെ കുറിച്ചിട്ടും എന്റെ മകൻ അങ്ങനെ അവസ്ഥ പറഞ്ഞത് കേൾക്കുന്നില്ല എന്ന് പരാതി പറയേണ്ടി വരൂല. കാരണം എന്തേ? തഹജ്ജുദിന് എന്റെ പ്രിയപ്പെട്ട മക്കളെ വിളിക്കുന്ന ഉമ്മയും വാപ്പയാണ്. ഒരിക്കലും അല്ലാഹു നിന്റെ കുടുംബത്തിൽ അല്ലാഹു പരാജയം തരൂല. നീ വൈകി എണീച്ചാൽ നിന്റെ കുടുംബത്തിൽ അല്ലാഹു തആല പരാജയം തരും. മനസ്സിലായോ? നിനക്ക് മനസ്സിലായോ? അല്ലാഹു ബോധം നൽകട്ടെ എന്റെ പ്രിയമുള്ളവരെ. ജീവിതത്തിൽ വേണമെന്നുണ്ടെങ്കിൽ പകർത്തിക്കോ. അല്ലെങ്കിൽ നാളെ നിന്റെ മക്കൾ, ഇന്ന് കണ്ടില്ലേ, കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് മുമ്പ് നോക്ക്, പാപ്പയെ എങ്ങനെ അരിഞ്ഞു ഉമ്മയെ തലക്കടിച്ച് കൊല്ലുന്നു, ബന്ധപ്പെട്ടവരൊക്കെ അരിഞ്ഞു കൊല്ലുന്നു, ആമരെടുത്തൊരു തലക്ക് വെട്ടിക്കൊല്ലുന്നു അല്ലെ? ഈ സാഹചര്യമാണ് കാണുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന മക്കളൊക്കെ എടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നമ്മളെ കൊയിച്ചു മൂടും. മനസ്സിലായ? ഇന്ന കാലഘട്ടം അങ്ങനെയാ. മക്കള് പറയുന്നല്ലെന്ന്, മാതാപിതാക്കൾ പറയുന്നല്ല നമ്മുടെ മക്കൾ കേൾക്കുന്നത്. അവരുടെ കൂട്ടുകാരും അവരുടെ കാമുകനൊക്കെ പറയുന്നതാ കേൾക്കുന്നത്. അവൻ പറയാ, നീ അങ്ങ് തട്ടിയെ കിടന്ന് പറഞ്ഞ നമ്മളെ വന്നിട്ട് അവന് നാളെ വെട്ടിയെടുക്കും. മനസ്സിലായോ? അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിൽ എന്റെ പ്രിയമുള്ളവരെ നന്മ വരണമെങ്കിൽ ആദ്യം വേണ്ടത് നേരത്തെ എണീപ്പിക്കണം അവരെ. സുബഹിയുടെ മുമ്പ് കഴിയുമെങ്കിൽ എണീപ്പിക്ക്. മനസ്സിലായോ? അല്ലെങ്കിൽ നിനക്ക് നിന്റെ വീട്ടിനകത്തൊരു ചൂരൽ വേണം. ആ ചൂരൽ വടി എടുത്തിട്ട് നീ ഒന്നിങ്ങനെ ഓങ്ങണം, ഒന്നിങ്ങനെ ആട്ടണം. അത് ആട്ടിക്കഴിഞ്ഞാൽ നിന്റെ മക്കൾ അവിടുന്ന് നീച്ച് പായണം. മനസ്സിലായോ? നിന്റെ വീട്ടിനകത്തൊരു ബെല്ല് വെക്കണം. ആ ബെല്ലടിക്കണം. 1ാമത്തെ ബെല്ല് എണീറ്റില്ലെങ്കിൽ 2ാമത്തെ ബെല്ല്, 3ാമത്തത് ബെല്ലടിച്ചിട്ടും എണീറ്റില്ലെങ്കിൽ ആ വടി കൊണ്ട് പോയിട്ട് 2 പൊട്ടിക്കണം. നിന്റെ മക്കളല്ലേ, നിനക്ക് തല്ലിക്കൂടെ? ഒന്നും പറയില്ല. അത് ശീലമായ നമ്മുടെ മക്കൾക്ക് അത് ഒരു ഭംഗിയായിരിക്കും. മനസ്സിലായോ? താനെ പിന്നെ അത് കേട്ട് കഴിഞ്ഞാൽ, എന്തോ എന്റെ ഉമ്മ ബെല്ലടിക്കുന്നുണ്ടല്ലോ, വാപ്പ ബെല്ലടിക്കുന്നുണ്ടോ, ഇനി കിടന്ന പണി കിട്ടും എന്നും പറഞ്ഞിട്ട് അവർ എണീറ്റ് പായും. മനസ്സിലായോ? ഓലെ നിസ്കരിക്കും. അള്ളാഹിനെ കുറിച്ച് ബോധം വരും. സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് പള്ളിയിലെത്തും അവർ. പിന്നെ എവിടെന്നാ നിന്റെ മക്കൾ പരാജയപ്പെടുക? എവിടെ നിന്ന് നമ്മുടെ മക്കൾ പരാജയപ്പെടും? 1ാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്ന നമസ്കരിക്കുന്ന കുടുംബമാ. നല്ല ക്വാളിറ്റിയുള്ള കുടുംബത്തിന്റെ 1ാമത്തെ സാഹചര്യം എന്താ? നമസ്കരിക്കുന്ന കുടുംബം, അല്ലാഹുവിനെ തിരിച്ചറിയുന്ന കുടുംബം. അങ്ങനത്തെ കുടുംബത്തിൽ പോയിട്ട് എന്റെ പ്രിയമുള്ളവരെ നീ പ്രവർത്തിക്കും. അങ്ങനത്തെ കുടുംബമായിട്ട് നിന്റെ കുടുംബമായിട്ട് മാറും. ഈ ഇരിക്കുന്ന പല വാപ്പമാരും ഉമ്മമാരും ഇപ്പൊ ഈ പറഞ്ഞ കാര്യം, സുബഹിന്റെ മുമ്പ് എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് ഒരു പേജെങ്കിലും ഖുർആൻ ഓതിയിട്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ വിളിക്കുന്ന മാതാപിതാക്കളാണോ ഇന്ന്? നിങ്ങളൊന്ന് ചിന്തിക്ക്. എന്നിട്ട് നിന്റെ മക്കളെ നീ വിളിക്കുന്നുണ്ടോ? അവരെ കൊണ്ട് നീ നന്മ ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്ന് നീ ഒന്ന് ആലോചിക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു. കുടുംബത്തിൽ അല്ലാഹു പരാജയം തരൂല. ഇല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു. നിങ്ങൾ നിസ്കരിക്കും, നോമ്പെടുക്കുകയൊക്കെ ചെയ്യും, മക്കളെ വിളിക്കില്ലെങ്കിൽ യാതൊരു രക്ഷയില്ല. പട്ടിണി തരും, പരിഭവം തരും, രോഗങ്ങൾ തരും, വിഷമങ്ങൾ തരും, എല്ലാം ഉണ്ടാകും. നീ നിസ്കരിച്ചാ പോരാ, നിന്റെ മക്കളെ നിസ്കരിപ്പിക്കലും കൂടെ നിന്റെ കടമയാ.
അതിലൂടെ ഉണ്ടാകുന്ന തലമുറകൾ അങ്ങനെ അല്ലെങ്കിൽ നശിച്ചു പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പറയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ആദ്യം കൊടുക്കേണ്ട ആദർശമാണ്. അവര് ആദർശ ബോധം എൻ്റെ പ്രിയമുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അവരുടെ ജീവിതത്തിൽ ഹറാമും ഹലാലും വേർതിരിക്കാനുള്ള കഴിവ് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതില്ലാത്ത കാലത്തോളം നമ്മുടെ മക്കൾ പരാജയപ്പെട്ടു പോകും. നന്മ എന്താണെന്ന് തിരിച്ചറിയുന്നില്ല. ഇന്ന് പല മക്കളുടെയും അവസ്ഥ എന്താണ്? അവർക്ക് പണമുണ്ടായാൽ മതി, കുറച്ച് പണം കിട്ടണമെന്ന അത് ഹറാമിലൂടെയോ ഹലാലിലൂടെയോ എങ്ങനെയായാലും അവർക്ക് പ്രശ്നമല്ല. ആരെ കൊന്നിട്ടായാലും പ്രശ്നമല്ല, കട്ടിട്ടായാലും പലിശയായാലും അവർക്ക് പ്രശ്നമല്ല. അവർക്ക് ലാവിഷായി നല്ല വാഹനത്തില്, നല്ല മൊഞ്ചനായി, നല്ല വസ്ത്രം ധരിച്ച് സമൂഹത്തിന്റെ മുമ്പിൽ വലിയൊരു ഫോണും വലിയൊരു വാഹനവും നല്ലൊരു തിളങ്ങി നിൽക്കുന്ന ചറച്ചു നിൽക്കുന്ന ഡ്രസ്സും ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കണം. അതാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടത്. അതാണിന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടത്. അങ്ങനത്തെ മക്കളായാൽ എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ ഇരുലോകം നമ്മൾ പരാജയപ്പെട്ടു പോകുമല്ലോ. അതാ എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ഒരിക്കലും തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ കാര്യത്തിൽ അശ്രദ്ധ കാണിക്കരുത്. മക്കളുടെ കാര്യത്തിൽ അശ്രദ്ധ കാണിച്ചാ നമ്മുടെ ഇരുലോകം അവിടുന്ന് നഷ്ടപ്പെടുമല്ലോ. നാളെ പടച്ച തമ്പുരാൻ എന്നോട് നിങ്ങളോടും ചോദിക്കുകയാ, മോനെ നിന്റെ മക്കളെ നീ എങ്ങനെയാ അവിടുന്ന് നോക്കിയതോ, എങ്ങനെയാ പരിപാലിച്ചതോ എന്ന് പടച്ച തമ്പുരാൻ ചോദിക്കുമ്പോ അവനിക്ക് തോന്നിയതുപോലെ നടന്നിരുന്നു അല്ലാ, ഞാനതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല അല്ലാ എന്ന് പറഞ്ഞ അവിടുന്ന് രക്ഷപ്പെടുമെന്ന് നീ കരുതുന്നുണ്ടോ? നിന്റെ നന്മയും തിന്മയും എല്ലാം എടുത്തിട്ട് സ്വർഗത്തിലേക്ക് പോകുമ്പോ നിന്നെ പിറകെ വിളിച്ചിട്ടോ നിന്റെ മക്കളെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ പറയുന്ന കാലഘട്ടം വരുമല്ലോ. ആ ഒരു സാഹചര്യത്തിലേക്ക് നീ കടന്നു പോകരുത്. ആ ചിന്തകളിലേക്ക്, മോഹങ്ങളിലേക്ക് എൻ്റെ പ്രിയമുള്ളവരെ, നിന്റെ ആ ഒരു സന്ദർഭത്തിലേക്ക് നീ പോകാൻ പാടില്ല. അതിന് വേണ്ടത് ദുനിയാവിൽ വെച്ചിട്ട് നിന്റെ മക്കളെ നീ സംരക്ഷിച്ചോ. നമസ്കാരം എന്ന് പറയുന്ന ഏറ്റവും വലിയ ചിന്തയുണ്ടല്ലോ, ആ വലിയ കർമ്മമുണ്ടല്ലോ, അവിടെ ജീവിതത്തിലേക്ക് നീ എടുത്തു കൊടുക്കണേ. അതിന് വേണ്ടത് ആദ്യം നമ്മൾ നന്നാവല, ആദ്യം നമ്മൾ നന്മ ചെയ്യല. ആ നന്മ നമ്മൾ ചെയ്ത ആ നന്മയാർന്ന പ്രവർത്തനം ആദ്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടന്ന എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഒരിക്കലും അവിടുന്ന് പരാജയപ്പെടില്ല. നമുക്ക് നല്ല മരണം വേണമല്ലോ, നമ്മുടെ മക്കൾക്ക് നല്ല മരണം വേണമല്ലോ. നല്ല മരണക്കത്തെ കാത്തിരിക്കുന്നവരാകണം നമ്മള്. എൻ്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇങ്ങനെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പോ കാണുകയാ, മംഗലാപുരം ഭാഗത്തൊരു മഖാമില് ഹനീഫ ഉസ്താദ് എന്ന് പറയുന്ന ഒരു പണ്ഡിതന് പഠിച്ചവനെ കമന്റിൽ അങ്ങനെയാ കണ്ടത്, അതിന്റെ ഹെഡിങ്ങിൽ അങ്ങനെയാ കണ്ടത്. അല്ലാഹുവേ, ആ മഖാമിന്റെ ചാരത്തിരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയാ. ഉറക്കെ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് അവിടെ നിന്ന് പടച്ചവനെ ഇരിക്കുകയാ. അതാ നിലത്ത് വീഴുകയാണ്. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് ലോകത്തോട് വിട പറയുകയാ. ഈ മഹാനായ പണ്ഡിതനുണ്ടല്ലോ, അവിടെ നിന്ന് ഓരോ മഖാമുകൾ ഇങ്ങനെ സിയാറത്ത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാ, ആലിമീങ്ങളെ ഔലിയാക്കളെ ഇഷ്ടപ്പെടുന്ന ഒരു മഹാനായ ഉസ്താദാ. പഠിച്ചവനെ അല്ലാഹുവേ, ഓരോ മഖാമുകൾ ഇങ്ങനെ സിയാറത്ത് നടത്തി അവിടെ നിന്ന് ദിക്റുകളിലൂടെ കടന്നു പോകുന്ന ഒരു മഹാനാ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയോ, ചുറ്റും നിൽക്കുന്ന റവന്തം വിടുകയോ, എല്ലാവരും കേൾപ്പിച്ചിട്ടോ അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് അവിടുന്ന് മരണപ്പെടുന്ന വാർത്ത കാണുകയാ. വാപ്പാ, നമുക്കും മരിക്കണ്ടേ എങ്ങനെ? വാപ്പാ, നമുക്കും മരിക്കണ്ടേ എങ്ങനെ? നമ്മളും അങ്ങനെ മരണത്തെ കൊതിക്കേണ്ടവരാണല്ലോ. പടച്ചവനെ, നല്ല മരണമാ വേണ്ടത്. മരണമെന്നു പറഞ്ഞാ പല മാപ്പമാര് പറയും, ഉസ്താദേ ഓർമ്മിപ്പിക്കല്ലേ, ഉസ്താദേ മരണത്തെ ഓർമ്മിപ്പിക്കല്ലേ. അങ്ങനെ പറയുന്ന എത്രയോ മാപ്പമാര് സഹോദരന്മാരുണ്ടെന്നറിയോ? പേടിയാ പേടിയാ എന്ന് പറയുന്നവനെ നിന്റെ മുമ്പിലേക്ക് അസ്റായീൽ കടന്നു വരുമെന്നുള്ള ഏറ്റവും വലിയ ഉത്തമമായ ബോധം നിനക്കുണ്ടോ?
ആ മരണം നിന്നെയും പിടികൂടുമെന്നുള്ള ബോധം നിനക്കുണ്ടോ? ആ ബോധം എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലേക്ക് കടന്നു വന്നോ? മോനെ, നമ്മൾ വിജയിച്ചല്ലോ. അല്ലാതെ ദുനിയാവിന്റെ പളപളപ്പിന്റെ മുമ്പിൽ, ആഡംബരങ്ങൾക്ക് മുമ്പിലോ ഇങ്ങനെ കഴിഞ്ഞുകൂടാനാ അതിന്റെ സാഹചര്യമെങ്കിലോ അസ്റായീൽ വന്നാ പൊട്ടിക്കരയുമല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ച ആളുകളുണ്ടല്ലോ മോനെ, അവിടെ കൂടെ നിൽക്ക് നീ. അവരെങ്ങനെയാ ജീവിച്ചതെന്ന് പറയൂ. ഇന്ന് അവിടൊക്കെ ചരിത്രങ്ങളും കഥകളും പടച്ചവനെ നമ്മളൊക്കെ വാതോരാതെ പറയുന്നവരാ. പടച്ചവനെ, മഹാനായ ബാഫഖി തങ്ങളുടെ ചരിത്രം നമ്മൾ പറയാറുണ്ടല്ലോ. ശംസുൽ ഉലമയുടെ ചരിത്രം നമ്മൾ പറയാറുണ്ടല്ലോ. കണ്ണിയത്ത് ഉസ്താദിന്റെ ചരിത്രം നമ്മൾ പറയാറുണ്ടല്ലോ. ചെറുശ്ശേരി ഉസ്താദിന്റെ, കാളമ്പാടി ഉസ്താദിന്റെ, കോയക്കുട്ടി ഉസ്താദിന്റെ ചരിത്രങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. പടച്ചവനെ, ജീവിതത്തിൽ കറാഹത്ത് പോലും ചെയ്യാതെ ജീവിച്ച മഹാന്മാരാ, അല്ലാഹുവിന്റെ ഔലിയാക്കളാ. അവരുടെ മരണം കണ്ടില്ലോ. എത്രയാ ജനങ്ങളാ ഒരുമിച്ച് കൂടിയത് അവരുടെ ജനാസ കബറടക്കാൻ. പടച്ചവനെ, ആയിരങ്ങളാ തടിച്ചു കൂടിയിട്ടുള്ളത്. ഒരു നോക്കൊന്നു കാണാൻ, ഒരു നിമിഷമൊന്നു കാണാൻ പടച്ചവനെ തടിച്ചു കൂടിയ ജനസാഗരങ്ങൾ നമ്മൾ കണ്ടിരുന്നല്ലോ മോനെ. അതെല്ലാം കാണുന്നത് എന്തിനെന്നറിയോ? അതെല്ലാം നമ്മൾ അറിയുന്നത് എന്തിനെന്നറിയോ? അവിടേക്ക് ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് നന്മകളുണ്ട്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചേർത്ത് വെക്കണം. എന്നിട്ട് അവിടെ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന പടച്ചവനെ അവിടെ നിന്ന് കണ്ണീരിലാഴ്ത്തുന്ന, എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രൂപത്തില് ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ നിനക്ക് കഴിയണല്ലോ പടച്ചവനെ. മഹാനായ കോഴക്കുട്ടി ഉസ്താദ് നവ്വറല്ലാഹു മർഖദ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഖബർ കുഴിച്ചു വെച്ചിട്ട് ജീവിച്ച മഹാനാ. പടച്ചവനെ, കാണാ വരുന്നവർക്ക് കാണിച്ചു കൊടുക്കുമായിരുന്നു. അല്ലാഹുവേ, അവസാനം പടച്ചവനെ അവിടുന്ന് ജനങ്ങൾ അധികരിച്ചപ്പോ ഒരു പായ വെച്ചിട്ട് മണ്ണിട്ട് അതിനെ മറച്ചിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ജീവിതകാലത്ത് തന്നെ ഖബർ കുഴിച്ചു വെച്ചിട്ട് മരണത്തെ ഓർത്തുകൊണ്ട് ജീവിച്ച മഹാന്മാരാ. അല്ലാഹനെ പേടിച്ചിട്ട് ജീവിച്ച മഹാന്മാരാ. റസൂലുള്ളാഹിനെ പേടിച്ചിട്ട് അവിടുന്ന് ബഹുമാനിച്ച് സ്നേഹിച്ചുകൊണ്ട് ജീവിച്ചു പോയ മഹാന്മാരാ. അവരുടെ കൂടെയാകാൻ എനിക്കും നിങ്ങൾക്കും കഴിയണ്ടേ? അവരുടെ കൂടെയാകാൻ എനിക്കും നിങ്ങൾക്കും കഴിയണ്ടേ? വാപ്പ അവിടുന്ന് പരിശ്രമിച്ചിട്ടുണ്ടോ? ഉമ്മ അവിടുന്ന് പരിശ്രമിച്ചിട്ടുണ്ടോ? നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ ഹൂറിമാരുണ്ടല്ലോ. ആ ഹൂറിമാരുടെ കൂടെ പടച്ചവനെ സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, പടച്ചവനെ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ, ഇവരുടെയൊക്കെ കൂടെയുണ്ടല്ലോ. അല്ലാഹുവേ, നിനക്ക് ഉല്ലസിക്കണ്ടേ? നിന്റെ ജീവിതത്തിൽ അവരാകണം ഏറ്റവും വലിയ റോൾ മോഡല്. അവരെങ്ങനെയാ ജീവിച്ചത്? റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹ ജീവിച്ചു പോയത് എങ്ങനെയാ? പടച്ചവനെ, ഇന്ന് മഹദിമാടൊക്കെ ജനാസകൾ നമ്മൾ കണ്ടിട്ടുണ്ടോ? അവിടെ ഖബറിൽ പോയിട്ട് നമ്മളൊക്കെ സിയാറത്ത് നടത്തുന്നവരാണല്ലോ. എല്ലാം നടത്തും, എല്ലാം കേൾക്കും, എല്ലാം അറിയും. ദിക്റിലും സ്വലാത്തിലും വഅദിലും ഒക്കെ പങ്കെടുക്കും. എന്നാലോ അത് കഴിഞ്ഞാ പിന്നെ ആ ചിന്തയില്ലല്ലോ. ആ ചിന്ത അങ്ങ് ഹൃദയത്തിനകത്ത് അങ്ങോട്ട് മാറ്റിക്കളയുന്ന സ്വഭാവക്കാരാ ചില ആളുകൾ. അല്ലേ എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കന്മാരെ എടുത്തു നോക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പുഞ്ചിരിച്ചുകൊണ്ട് സ്വർഗം കണ്ട് മരണപ്പെട്ടു പോയ, ലോകത്ത് വിട പറഞ്ഞു പോയ മഹാന്മാരാ, അള്ളാന്റെ ഔലിയാക്കളായ ആളുകളാ ഇന്ന് എന്റെ പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട സമസ്തയിലുള്ളത്. ആ അള്ളാന്റെ ഔലിയാക്കൾ പടുത്തുയർത്തി ആ സമസ്തയുടെ ചാരി നിൽക്ക്, അതിന്റെ കൂടെ നിൽക്ക്. അതിന്റെ കൂടെ നിന്നാൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ എവിടെയാണോ അവിടെ ഉണ്ടാകും നമ്മൾ. ആരുടെ കൂടെയാണോ നമ്മൾ, അവരെവിടെയാണോ അവിടെ നമ്മൾ ഉണ്ടാകും. മനസ്സിലായോ? അവര് നന്മയുടെ പക്ഷം ചേർന്ന് നിന്നവരാ, അള്ളാനെ പേടിച്ച് ജീവിച്ചവരാ, തഖ്വയുള്ള പണ്ഡിതന്മാരാ. അവരുടെ അദബിലും അച്ചടക്കത്തിലും നമ്മൾ കണ്ടാൽ, അവരതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തിയാൽ, എന്റെ പ്രിയമുള്ളവരെ, നമ്മളും അതുപോലെയാകും.
നമ്മളും അതുപോലെയാകും. അല്ല, നമ്മുടെ ജീവിതത്തിൽ നന്മയില്ലെങ്കിൽ, അതെല്ലാം നമ്മൾ തട്ടിത്തെറിപ്പിക്കുന്നവരാണെങ്കിൽ, ഹറാമിന്റെ പേക്കൂത്തുകൾ കാട്ടുന്നവർ, എവിടെയെങ്കിലും പോയിട്ട് ഏതെങ്കിലും പെണ്ണിനെ കാണുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, വല്ല സിനിമാ നടന്മാരെ, സീരിയൽ നടന്മാരെ, അല്ലെങ്കിൽ വല്ല DJ പാർട്ടിയൊക്കെ നടത്തുന്ന ആളുകളെ കാണുമ്പോൾ അവന്റെ കൂടെ അവന്റെ ഫോട്ടോയും അവന്റെ പാട്ടും കേട്ട് അവന്റെ ജീവിതത്തിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ നീയും നടക്കാൻ ശ്രമിച്ചാൽ നിന്റെ ജീവിതത്തിൽ അല്ലാഹു തആല വലിയ പരാജയം തരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മള് ദുനിയാവിൽ നിന്ന് ആരുടെ കൂടെയാണോ ആഖിറത്തിൽ അവന്റെ കൂടെ ഉണ്ടാകും. അവൻ നരകത്തിലേക്കാണെന്നെങ്കിൽ നീയും അവന്റെ കൂടെ പോകും. അവൻ സ്വർഗത്തിലേക്ക് പോകുന്നവനാണെങ്കിൽ നീയും അവന്റെ കൂടെ ഉണ്ടാകും സ്വർഗത്തിൽ. മനസ്സിലായോ? അതുകൊണ്ട് നല്ലൊരു തന്നെ തെരഞ്ഞെടുത്തോ, നല്ലൊരു കൂട്ടുകാരനെ കണ്ടെത്തിക്കോ, നല്ലൊരു ഫാൻസിനെ നീയും ഉണ്ടാക്കിക്കോ. അള്ളാന്റെ ഹബീബിനെ സ്നേഹിച്ചോ. ഹബീബ് സ്വർഗത്തിലാ. ആ ഹബീബ സ്വർഗത്തിന്റെ കവാടം തുറക്കുന്നത്. അതുകൊണ്ട് ആ മുത്തുനബിയെ സ്നേഹിച്ചാൽ, ആ മുത്തുനബിയെ സ്നേഹിച്ചവരെ സ്നേഹിച്ചാൽ ആ റസൂല് പോകുന്ന സ്വർഗത്തിലേക്ക് അവരുടെ കൂടെ നമുക്കും പോകാം. അള്ളാഹു ബോധം നൽകട്ടെ, അള്ളാഹു ബോധം നൽകട്ടെ. അവരെ സ്നേഹിച്ചിട്ടെങ്കിലും അള്ളാഹിന്റെ സ്വർഗത്തിൽ നമുക്ക് കടക്കാൻ കഴിയണ്ടേ? അല്ലേ 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 അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നാമീൻ പറഞ്ഞേ, നാമീൻ പറ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാതെ റബ്ബിനെ ഇബാദത്തുകളൊക്കെ നമ്മൾ എടുത്തു നോക്കിയാ പടച്ചവനെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകൂലടാ, ജീവിതത്തിൽ ഒന്നും ഉണ്ടാകൂല. അല്ലേ? നമ്മുടെ നിസ്കാരം എടുത്തു നോക്കുക. തക്ബീർ കെട്ടിക്കഴിഞ്ഞാൽ ഹൃദയത്തിലേക്കുള്ള ചിന്ത വരും. പടച്ചവനെ നാളെ ഇപ്പം എന്തൊക്കെ ചെയ്യാണ്ട്, ഇന്നിപ്പോ ഉച്ചക്ക് എന്താ കൂട്ടാനുണ്ടാക്കുക, സുബൈക്ക് നിസ്കരിക്കാൻ വേണ്ടി തക്ബീർ കെട്ടി ആദ്യ ഹൃദയത്തിലേക്ക് എന്തെല്ലാം ഓടി വരുന്നറിയാം. ഖുർആൻ എടുത്തിരുന്നു. അപ്പോഴാ പല ആളുകളും നമുക്ക് പലതും പറഞ്ഞിട്ട് വരുന്നത് അതവിടെ വെച്ച് മടക്കി വെച്ച് പോന്നു. അല്ലേ അല്ലേ? ദുഹർക്ക് നിന്നോ, പടച്ചോൻ ഇനി അസർക്ക് കുട്ടികൾ വരും, എന്തൊക്കെ ഉണ്ടാക്കും, ചിന്ത എവിടെ നോട്ടാ. ഇതൊക്കെ ഉണ്ടായിട്ട് ഈ ചിന്തകളൊക്കെ ആയിട്ട് നമ്മൾ നിസ്കാര ഇബാദത്തുകളൊക്കെ ഇങ്ങനെ എൻ്റെ പ്രിയമുള്ളവരെ കടന്നു പോകുന്നത്. അതൊക്കെ എടുത്തു നോക്കിയിട്ട് അള്ളാന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ പടച്ചവൻ അതിനകത്ത് ഒന്നും കാണത്തില്ലടാ. പിന്നെ നമുക്ക് വിജയിക്കാനുള്ള എന്താ? വിജയിച്ച ആളുകളുണ്ട് ദുനിയാവിൽ നിന്ന്. അവരുടെ കൂടെയെങ്കിലും ഒന്ന് കയറിയിട്ട് പോകാൻ എനിക്കും നിങ്ങൾക്ക് കഴിയണം. അല്ലേ വേണ്ട? അല്ലേ? ആ വിജയിച്ച ആളുകളുടെ കൂടെയെങ്കിലും നിൽക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു ബോധം തരട്ടെ, അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, പുണ്യമായ വ്യാഴാഴ്ച ദിവസമാ അല്ലെ, വെള്ളിയാഴ്ച ദിവസത്തിന്റെ രാവിലെ നമ്മളുള്ളത്. ഇന്നത്തെ ദിവസം പ്രാർത്ഥനയ്ക്ക് വലിയ ഇജാബത്തുണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു മഹത്വമായ ദിനവാ, രാത്രിയാ. ഇന്നത്തെ രാത്രിയിൽ എൻ്റെ പ്രിയമുള്ളവർ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിക്കോ, ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുക മുത്തുനബിക്ക്. ഇന്നത്തെ രാത്രിയിൽ നാളെ ജുമുഅ നമസ്കാരം സമയം വരെ അവിടുന്ന് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന, നമ്മൾ സ്വലാത്ത് ചെല്ലുന്നത് മുത്തുനബിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ ഏറ്റവും വിജയിക്കാനുള്ള വഴികൾ എൻ്റെ പ്രിയമുള്ളവരെ, ഈ പ്രാവശ്യം ഈ ഒരാഴ്ചയിൽ നമ്മൾ സൂറത്തുൽ കഹ്ഫ് ഓതി, ഖുർആൻ എടുത്തിട്ട് സൂറത്തുൽ കഹ്ഫ് നമ്മൾ പാരായണം ചെയ്തു. ആ സൂറത്തുൽ കഹ്ഫ് നമ്മൾ പാരായണം ചെയ്തിട്ട് അടുത്ത വെള്ളിയാഴ്ചയാകുമ്പോഴത്തേക്ക് എൻ്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ അള്ളാഹിന്റെ റഹ്മത്തിന്റെ മലക്കുകളുടെ സഹായം ഓരോ കാര്യത്തിലും നമുക്കുണ്ടാകും. നമ്മൾ വിജയിക്കും, നമ്മൾ പരാജയപ്പെടില്ല. അതിനകത്ത് ഒരാൾ മരിച്ചാൽ എൻ്റെ പ്രിയമുള്ളവരെ അവൻ സ്വർഗത്തിലാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ്. അതുകൊണ്ട് മുടങ്ങാതെ ഇൻഷാ അല്ലാഹ് റബ്ബ് നമുക്കത് ഓതാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ വിശുദ്ധ ഖുർആനിന്റെ വചനം പാരായണം ചെയ്ത് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും 3 സ്വലാത്ത് ചൊല്ല്.